നമുക്ക് ഭഗവത്ഗീത ക്ലാസ് നൽകാനായിട്ട് വന്നത് ഹിസ് ഗ്രേസ് പതീതപാവൻ പ്രഭുവാണ്. ഹിസ് ഹോളിനസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജൻ്റെ മുതിർന്ന ശിഷ്യനും പ്രിയ ശിഷ്യനുമാണ് പ്രഭു. പ്രഭു മെഡിക്കൽ പ്രൊഫഷനാണ്, കോൺസ്റ്റൻ്റ്ലി ട്രാവലിംഗ് ആണ്. പക്ഷേ ഈ സമയമെടുത്ത് പ്രഭുവിടെ വന്ന് നമുക്ക് ഭഗവത്ഗീത ക്ലാസ് നൽകാനായിട്ട്. അപ്പോൾ പ്രഭുവിനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് പ്രഭുവിനെ ക്ഷണിക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. കഴിഞ്ഞല്ലോ. हरे कृष्णा प्रभु सम्राट जी दंडवत प्रणाम. हरे कृष्णा. സോ ഇന്ന് പുതിയൊരു മാസം തുടങ്ങിയില്ലേ? പുതുവർഷത്തിലെ 3ാമത്തെ മാസം സ്റ്റാർട്ടായി, മാർച്ച് മാസം. ഈ മാസം വളരെ പ്രിയപ്പെട്ട ഒരു മാസമാണ് നമ്മളെ വൈഷ്ണവാസിന്. എന്തായിരിക്കും? ഗൗരപൂർണിമ അല്ലെ? മഹാപ്രഭു ആവിർഭാവം ചെയ്ത മാസം അല്ലെങ്കിൽ ദിനം. ഇനി ഒരു 2 ദിവസം കൂടെ ഉള്ളൂ. വരുന്ന 3-ാം തീയതിയാണ് അതിൻ്റെ ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ഇൻ അവർ ടെമ്പിൾസ് അറൗണ്ട് ദ വേൾഡ്, എല്ലായിടത്തും ലോകമെമ്പാടും. സോ നമുക്കും അതിനെ വളരെ മനോഹരമായിട്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ആഘോഷിക്കണം മഹാപ്രഭുവിൻ്റെ. അതുപോലെ തന്നെ ഒരു സാഡ് ന്യൂസ് എന്ന് പറയാൻ, ഹിസ് ഹോളിനസ് ബദ്രിനാരായൺ സ്വാമി മഹാരാജ് ഫെബ്രുവരി 26-ാം തീയതി ഏതാണ്ട് ഈവനിങ് വൈകുന്നേരം ഇഹലോകവാസം വഴി ഭഗവാന്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ശില പ്രഭുപാദരുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം. 1952 ജനിച്ചത്, ഫോറിനിലാണ്. അതിനുശേഷം ശില പ്രഭുപാദരെ 69 അദ്ദേഹം മീറ്റ് ചെയ്തു. 71 അദ്ദേഹം ശില പ്രഭുപാദരുടെ ശിഷ്യനാകുകയും അതിനുശേഷം അവിടുത്തെ ലഗൂണ ബീച്ച് ടെമ്പിളിൽ അദ്ദേഹം ഫുൾ ടൈം ജോയിൻ ചെയ്തു. അതിനുശേഷം ലോകമെമ്പാട് അദ്ദേഹം പ്രചരണമായിട്ട് ഇറങ്ങി. 2014 അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. 2020 മുതൽ അദ്ദേഹം ഇനിഷ്യേറ്റിംഗ് സ്പിരിച്വൽ മാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചു. ഒരുപാട് ഭക്തജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കാരുണ്യം നൽകുകയുണ്ടായി. ആ ഒരു ഭക്തൻ ഈ പറഞ്ഞ 26-ാം തീയതി ശ്രീല വൃന്ദാവൻ ധാമിൽ വെച്ച് അദ്ദേഹം വെടിയുകയുണ്ടായി. ഇറ്റ്സ് എ ഗ്ലോറിയസ് ഡിപ്പാർച്ചർ എന്ന് പറയാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഗോ ബാക്കാണ്. സോ ആ മഹാരാജിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിലൂടെ നമുക്ക് ഒരു പ്രാവശ്യം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് മഹാമന്ത്രം പറഞ്ഞ് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സ്വാമി മഹാരാജ് കി ജയ. എല്ലായിടത്തും ഇന്ന് അറൗണ്ട് ടെമ്പിൾ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം നടക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളിലായിട്ട് വരും. 3-4 ദിവസമായിട്ട് ഇവിടെ ഗോവർദ്ധന കോവിലിൻ്റെ കാണുകയുണ്ടായി. മഹാരാജ് ഗൗരവപ്രഭു രമണ മഹാരാജ് എല്ലാവരും അദ്ദേഹത്തെ അനുസരിച്ച്. അതുപോലെ നമുക്ക് അത്രത്തോളം അദ്ദേഹത്തിന് കൂടുതൽ അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വി ക്യാൻ പ്രേ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃപാലങ്ങളിലേക്ക്. സോ അതിലൂടെ നമുക്ക് ഇന്നത്തെ ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഭഗവത്ഗീത അധ്യായം 10 ശ്ലോകം 18. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ
ശുക്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ മൂകം കരോതി വാചാലം മന്ദം ലംഘയതേ യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. അധ്യായം 10 വിഭൂതി യോഗം എന്നാണ് ശ്ലോകം, അധ്യായത്തിന്റെ നാമം. അതിലെ 18ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രമിക്കുന്നത്. വിസ്തരാനയാത്മനോ യോഗം വിസ്തരയാത്മനോ യോഗം വിഭൂതിം ച ജനാർദന വിഭൂതിം ച ജനാർദന ഭൂയഃ കദഃ തൃപ്തിർഹി ഭൂയഃ കദഃ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം ശൃണ്വതോ നാസ്തി മേ അമൃതം വിസ്തരേണാത്മനോ യോഗം വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദന വിഭൂതിം ച ജനാർദന ഭൂയഃ കദഃ തൃപ്തിർഹി ഭൂയഃ കദഃ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം ശൃണ്വതോ നാസ്തി മേ അമൃതം വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദന ഭൂയഃ കദഃ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം. പ്രഭു സ്വാമിയുമായിട്ട് വിസ്തരണയാത്മനോ യോഗം വിസ്തരണയാത്മനോ യോഗം ജനാർദന വിഭൂതിം ച ജനാർദന ഭൂയാ കദയാ തൃപ്തിർഹി ഭൂയാ കദയാ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം ശൃണ്വതോ നാസ്തി മേ അമൃതം. മാതാജി സാറേ വിസ്തരണോ വേറെ ആരെങ്കിലുണ്ടോ? വിസ്തരണയാത്മനോ യോഗം വിഭൂതിം ച ജനാർദന ഭൂയാ കദഃ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം. നമുക്കിതിന്റെ വിവർത്തനം വേർഡ് ബൈ മീനിങ്ങും അതുപോലെ തന്നെ വിവർത്തനവും ഭാവാർത്ഥവും വായിക്കാം. ജനാർദന ഹേ ജനാർദന ആത്മന അങ്ങയുടെ യോഗം യോഗശക്തിയെയും വിഭൂതിം ച വിഭൂതിയെയും ഐശ്വര്യത്തെയും വിസ്തരേണ വിസ്തരിച്ച് ഭൂയഃ വീണ്ടും കദയഃ വിവരിച്ചാലും ഹി തീർച്ചയായും അമൃതം അമൃതത്തെ ശൃണ്വതഃ ശ്രവിക്കുന്ന മേ എനിക്ക് തൃപ്തി തൃപ്തി നാസ്തി ഭവിക്കുന്നില്ല. വിവർത്തനം and ഭാവാർത്ഥം by Venkateswara Bhaktivedanta Swami Srila Prabhupada.
എല്ലാവരായിട്ട് പറയാം. അങ്ങേ പറ്റി കേട്ടിട്ട് എനിക്കൊരിക്കലും മതി വരുന്നില്ല. കേൾക്കും തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കാൻ തോന്നുന്നു. ഹേ ജനാർദ്ദന, അങ്ങയുടെ വിഭൂതികളെ പറ്റി, അവയുടെ യൗകിക പ്രഭാവത്തെ പറ്റി വീണ്ടും വിശദമായി വിവരിച്ചു തരൂ. ഭാവാർത്ഥം നമുക്ക് വായിക്കാം. നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദികളായ ഋഷികൾ സൂതഗോസ്വാമിയോട് ഇതേ വിധത്തിൽ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം 1:19. വയം തൂന വികൃപ്യാമ്യ ഉത്തമ ശ്ലോക വിക്രമേ യശ്വന്നാത്വം രജജ്ഞാനം സാധു സാധുവേ പദേ പദേ. വിശിഷ്ട സ്തോത്രങ്ങളാൽ വാഴ്ത്തപ്പെടുന്ന കൃഷ്ണന്റെ ദിവ്യലീലകളെ നിരന്തരം കേട്ടുകൊണ്ടിരുന്നാലും ആർക്കും മതി വരില്ല. കൃഷ്ണനുമായി ദിവ്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ലീലകളെ പറ്റി വിവരണത്തെ ഓരോ കാൽവയ്പിലും ആസ്വദിക്കാൻ കഴിയും. അർജുനൻ പരമപ്രഭുവായ കൃഷ്ണനെ പറ്റി വിശേഷിച്ച് അദ്ദേഹത്തിന്റെ വിശ്വവ്യാപ്തമായ രൂപത്തെ പറ്റി പറയാൻ ഉത്സുകനാണ്. കൃഷ്ണനെ കുറിച്ചുള്ള വിവരണം എന്തെന്നും അമൃതോപമം തന്നെ പ്രായോഗിക പരിശീലനം കൊണ്ട് സാധിക്കാവുന്നതാണ് ഈ അമൃത ആസ്വാദനം. ആധുനിക കഥകൾക്കും നോവലുകൾക്കും ചരിത്രങ്ങൾക്കും അതീന്ദ്രിയങ്ങളായ ഭഗവത്ഗീതയെ കുറിച്ചുള്ള വിവരണങ്ങളുമായി വലിയ വ്യത്യാസമുണ്ട്. ഭൗതിക കഥാശ്രവണം കാലക്രമേണ മടുപ്പുണ്ടാക്കുമെന്നിരിക്കെ കൃഷ്ണന്റെ കഥകൾ കേൾക്കുന്നവർക്ക് ഒരിക്കലും മതി വരുന്നില്ല. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ എമ്പാടും ഭഗവത് ദശാവതാര കഥകൾക്ക് പ്രാധാന്യം കൊടുത്തു കാണുന്നത്. ഭഗവാന്റെ വിവിധ അവതാര കാലങ്ങളിൽ ചെയ്യപ്പെട്ട ലീലകളുടെ ചരിത്രങ്ങളാണ് പുരാണങ്ങൾ. പല ഊര് വായിച്ചാലും അവയ്ക്ക് പുതുമ നഷ്ടപ്പെടാറില്ല. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ കൈമൂപഗതാമിഹം ദദാതി സുഗതാമിഹം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതകടമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സകല രഘുനാഥാനിതം തദ്വീപം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാം സകലലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുദേവേ പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണ പ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സ്വാഗതം. ഇന്നത്തെ ഒരു സത്സംഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് മുതിർന്ന ഭക്തർ എന്ന മുന്നിലുണ്ട്. അവരുടെ എല്ലാം ആശീർവാദത്തിനോടുകൂടി എന്നാൽ കഴിയുന്ന വിധത്തിൽ ഈ ശ്ലോകത്തെ പറ്റി കുറെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. സോ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലായി? നമ്മളിപ്പോ വായിച്ചല്ലേ ഉള്ളൂ. എന്തായിരുന്നു അർത്ഥം? ആരെങ്കിലും ഓർക്കാവോ? നോക്കാതെ. ബ്യൂട്ടിഫുൾ ആയിട്ട് അർജുനൻ വിഭൂതി യോഗം, അതായത് ഭഗവാന്റെ വിശ്വരൂപ ദർശനത്തിലേക്ക് വരുന്ന ഒരു സന്ദർഭമാണ് ഈ രംഗം. ഇതിനെ കുറിച്ചാണ് അർജുനൻ ഭഗവാനോട് പറഞ്ഞൊരു മെസ്സേജാണത്. അങ്ങേ പറ്റി കേട്ടിട്ട് എനിക്ക് ഒരിക്കലും മതി വരുന്നില്ല. വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് പറയുന്നത് അല്ലെ. ഭഗവാനെ കുറിച്ച് കേട്ടിട്ട് എനിക്ക് മതി വരുന്നില്ല. കേൾക്കും തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കാൻ തോന്നുന്നു. എങ്ങനെ ആസ്വദിക്കാൻ? ശ്രവണത്തിലൂടെ അല്ലെ. ശ്രീമദ് ഭാഗവതത്തിൽ 2ാമത്തെ ശ്ലോകത്തിൽ ഇത് പറയുന്നത്
നിഗമകൽപതരോദ്ഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം പിപത ഭാഗവതം രസമാലയം മുഹുരവോ രസിക ഭുവി ഭാവുകാഹ എന്ന ശ്ലോകത്തിലും ഇതേ മെസ്സേജ് പറയുന്നുണ്ട് അല്ലെ. അമൃതത്തെ ആസ്വദിക്കാൻ തോന്നുന്നു. ഹേ ജനാർദ്ദന, അങ്ങയുടെ വിഭൂതികളെ പറ്റി, അങ്ങയുടെ യൗകിക പ്രഭാവത്തെ പറ്റി വീണ്ടും വിശദമായി വിവരിച്ചത്. ഇതൊരു എങ്ങനെ പറയാ, ഇതൊരു ഉത്തമ ഭക്തന്റെ ലക്ഷണങ്ങളാണ്. ഭഗവാനെ കുറിച്ച് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക, ഭഗവാനെ കുറിച്ച് എപ്പോഴും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരിക്കലും മതി വരാത്തെന്ന് പറയുന്നത്. ഇതേപോലെയായിരുന്നു ശ്രീ പരീക്ഷിത് മഹാരാജാവ് അല്ലെ. അദ്ദേഹം ഈ 7 ദിവസമാണ് ശ്രീമദ് ഭാഗവതം ശ്രവിച്ചത്. ഈ 7 ദിവസത്തിൽ അദ്ദേഹത്തിന് വിശപ്പ്, ദാഹം, ഉറക്കം, ക്ഷീണം എന്നിവ ഒന്നും അനുഭവപ്പെട്ടു. കാരണം എന്തായിരുന്നു? അദ്ദേഹം അതീന്ദ്രിയമായ അമൃതത്തെ ആസ്വദിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഒരാൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് ആണ് നമ്മളുടെ നോർമൽ ഷെഡ്യൂൾ. ഒരു 2 മണി കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥനായി തുടങ്ങും അല്ലെ. നമ്മുടെ ദേഹം നമ്മളെ ഓരോ തരത്തിലും ഹിൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സമയമായി എഴിക്കാം, ഇരുന്ന് മടുത്തു, അല്ലെങ്കിൽ മതി, കുറെ കേട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു യഥാർത്ഥ ഭക്തനെ, അതാണ് മഹാപ്രഭു ശിഷ്ടാശിൽ പോയി കീർത്തനീയ സദാഹരി. സദാഹരി എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടു ഈവനിങ് അല്ല, ഈവനിങ് ടു നൈറ്റും അല്ല, നൈറ്റ് ടു ഓവർ നൈറ്റും അല്ല, 24 hours എന്നവര് അവരത് ചെയ്തുകൊണ്ടിരുന്നതുമാണ്. മഹാപ്രഭുവിന്റെ ഇന്റർണൽ പാസ് ടൈംസ് നമുക്ക് നോക്കിയാൽ ലൈക്ക് ചരിതാമൃതത്തിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിനകത്തെല്ലാം മഹാപ്രഭു ഒരു സൈഡ് പകൽ നേരം മുഴുക്ക കീർത്തനം, ഭക്തന്മാരുമായിട്ടുള്ള സംഘം, ഇതെല്ലാം ഇടപെടാതെ നടന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് സാധാരണ ലെവലിലുള്ള അല്ലെങ്കിൽ സാധാരണ തലത്തിലുള്ള ഭക്തന്മാരെല്ലാം പോയതിനു ശേഷം മഹാപ്രഭു രാത്രി അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയാ ക്ലോസ് ആയ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ അടുപ്പമേറിയ ഭക്തന്മാരുമായിട്ട് എക്സ്റ്റസി കീർത്തനിലേക്ക് പോകും. ചിലപ്പോൾ മഹാപ്രഭു ആ സമയം ആ ബോധത്തിലെ അവിടെ കാണത്തില്ല അദ്ദേഹത്തിന്റെ ദേഹത്ത്. അത്രമാത്രം അവർ അതിനെ ആഘോഷിക്കും. അത് ആർക്കും പ്രവേശനമില്ല. വളരെ ചുരുക്കം മഹാപ്രഭുവിന്റെ ക്ലോസ് അസോസിയേറ്റുകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. കാരണം ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല, എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെയാണ് ലൈക്ക് പൂന്താനം അദ്ദേഹം പറഞ്ഞ ഉന്മത്തനായിരിക്കണമെന്ന് പറയുന്നു അല്ലെ. നാമത്തിനകത്ത് ഉന്മത്തൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ. ഹരിനാമത്തിനകത്ത് ഭഗവാന്റെ ഈ പറഞ്ഞ ലീല, ഗുണ, ലീല, രൂപ, ഇതിനകത്തെല്ലാം നമ്മള് ഭ്രാന്തരാവണമെന്നാണ് പറയുന്നത്. ആരെങ്കിലും ഭ്രാന്തന്മാരെ അക്സെപ്റ്റ് ചെയ്യണം. ഭ്രാന്താണ്, അവന് ഭ്രാന്താണ്, മാറ്റി ചേർത്തു പോകൂ, പുറത്തു പോകൂ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ മഹാപ്രഭു ഇല്ലെങ്കിൽ ഗ്രേറ്റ് ഭക്തന്മാരെല്ലാം മാഡ് തന്നെയായിരുന്നു എന്ന് പറയുന്നത്. എങ്ങനെ മാഡായിരുന്നു? അവര് ഹരിനാമത്തിനകത്ത് മാഡായിരുന്നു. ഹരിനാമ രുചിയിലായിരുന്നു അവർക്ക് ഭ്രാന്തന്മാർ. നമുക്ക് എന്തെങ്കിലും ഒന്നിന് ടേസ്റ്റ് ആയ നമ്മളെന്താവും, നമുക്കും അതിയായ ആഗ്രഹം വരില്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമോ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ നോക്കും അല്ലെ. നമ്മൾ അതിൽ ഭ്രാന്തമായിട്ട് പോകും. നമ്മൾ പറയില്ലേ ഇതിന് ഭ്രാന്താണെന്ന് തോന്നുന്നു, എപ്പോ നോക്കിയാൽ അതിൽ തന്നെ കിടക്കുന്നു. അപ്പോ ഉയർന്ന തരത്തിലുള്ള ഭക്തന്മാരെല്ലാരുമേ ഭ്രാന്തരായിരുന്നു. ഏതിന്? ഹരിനാമത്തിനാണ്. അവര് ലൗകികതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പലപ്പോഴും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം അതിനെ നമ്മൾ അനുസ്മരിക്കുന്ന വിധത്തിലാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. എല്ലാവരും കേട്ട് കാണാം. എത്ര പേർക്ക് അറിയാം രഘുനാഥ് ദാസ് ഗോസ്വാമി? 3, 2, 4, 6, 10. നമ്മളുടെ ഷഡ്ഗോസ്വാമിമാർ ഇവിടെ ഫോട്ടോ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് കാണാമോ? അവിടെ ഏറ്റവും അവസാനത്തിലിരിക്കുന്ന 6 ഗോസ്വാമിമാരില് ഒരാളാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. മഹാപ്രഭുവിന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും മഹാപ്രഭുവിന്റെ സന്ദേശത്തെ മഹാപ്രഭുവിന്റെ അഭാവത്തിന് ശേഷം അവരാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത്. അതിലൊരു മുഖ്യ പങ്ക് വഹിച്ച രഘുനാഥ് ദാസ് ഗോസ്വാമിയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. എന്തായിരുന്നു? പാനിഹട്ടി ചിട്ടാതങ്ങി ഫെസ്റ്റിവൽ അല്ലെ. എത്ര പേര് പാനിഹട്ടി ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? അത് അദ്ദേഹത്തിന്റെ അനുസ്മരണ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഓർത്ത് അദ്ദേഹത്തിന്റെ കാരുണ്യം കിട്ടിയതിനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു
പ്രോഗ്രാമാണ് പാനിഹട്ടി ശീലാദഹി ഫെസ്റ്റിവൽ. അത്രയും വലിയ പ്രൗഢിയും അത്രയും വലിയ ധനാഠ്യവുമായിരുന്നു ഈ പറഞ്ഞ രഘുനാഥദാസ് ഗോസ്വാമി. അതൊരു വലിയ സ്റ്റോറീസ് ആണ്. നമ്മൾ അദ്ദേഹം ഭക്തിയിലേക്ക് വന്നതിന് ശേഷം ഒരു ദിവസം ഇങ്ങനെ വളരെ ഡീപ്പായിട്ട് അദ്ദേഹം ചാൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ആ നാമജപ വേളയില് യഥാർത്ഥ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിന്ന് നല്ല ദേഹം ചുട്ടുകൊള്ളുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ സമയം ഇരുന്നാണ് അദ്ദേഹം ജപിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇത് അറിയാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇത് അറിഞ്ഞതേ ഇല്ല. ചുട്ടുകൊള്ളുന്ന കാര്യം അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം നാമത്തിന് മൊഴികയില്ല. പക്ഷെ ഇത് കണ്ട് രാധാറാണി കൃപാലുവായിട്ട് രാധാറാണി വരികയും അദ്ദേഹത്തിന് രാധാറാണിയുടെ സാരിയുടെ തുമ്പെടുത്തിട്ട് ഇങ്ങനെ തലയ്ക്ക് നമ്മളെ ഈ പറഞ്ഞ പോലെ വെയില് ഇത് പിടിക്കത്തില്ല, അതുപോലെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കും. അതും അദ്ദേഹം അറിയുന്നില്ല. ആ സമയം ആ വഴിയിൽ പോയ സനാതന ഗോസ്വാമി നോക്കുമ്പോ രാധാറാണി വന്ന് ഇങ്ങനെ ഷാഡോ പിടിച്ച് കൊട പിടിച്ച് നിൽക്കുകയാണ് ഈ സാരി വെച്ചിട്ട്. അദ്ദേഹം പെട്ടെന്ന് ഞെട്ടുകയും ഈ പറയുന്ന സനാതന ഗോസ്വാമി അടുത്തോട്ട് വരുമ്പോ രാധാറാണി തിരിച്ചു പോകും. അപ്പൊ പെട്ടെന്ന് രഘുനാഥദാസ് അദ്ദേഹത്തിനോട് ചോദിക്കും, എന്താണ് അങ്ങ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. കാരണം അദ്ദേഹം ഈ പറഞ്ഞ മുഴുക്ക നാമത്തിനകത്താണ് ഇരിക്കുന്നത്. നമ്മൾ ആക്ച്വലി രാധാകൃഷ്ണന്മാരെ സേവിക്കുകയല്ലേ വേണ്ടത്, അവരെ കൊണ്ട് സേവനം നമ്മൾ സ്വീകരിക്കാമോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് രാധാറാണിയുടെ പാദത്തിന്റെ ഈ പറഞ്ഞ അടയാളങ്ങൾ അവിടെ കാണുകയും അദ്ദേഹം വളരെ ഈ പറഞ്ഞ എന്താ പറയുക ഒരു കൊച്ചുകുട്ടി കിടന്ന് കരയുന്നത് പോലെ ക്ഷമാപണം പോലെ രാധാറാണിയോട് കേണപേക്ഷിക്കും. അപ്പം ആ ഒരു കാരുണ്യത്തിന് ശേഷം ഭക്തജനങ്ങളെല്ലാവരും അവിടെയുള്ള ഡിവോട്ടീസ് എല്ലാവരും ചെറിയൊരു ഹട്ട് കുടിലേക്ക് കെട്ടിക്കൊടുക്കും. അതിനുശേഷമാണ് അദ്ദേഹം ആ കുടിലിരുന്നാണ് പിന്നെ ജപിക്കുക. കാരണം ഇതുപോലെ വേറെ ആർക്കും ദുഃഖിക്കണ്ടല്ലോ എന്നിട്ടതായിരിക്കും ഭക്തന്മാർ അങ്ങനെ ഒരു കാരുണ്യം അദ്ദേഹത്തിനോട് ചൊരിയുകയും അത് ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ അവർക്ക് സ്ഥലകാല ബോധമില്ല. സാധാരണ രീതിയിൽ നമ്മൾ പറയും പോലെ നമുക്ക് സ്ഥലകാല ബോധം, ഇതൊക്കെ ഭൗതിക തലത്തിലാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇതെല്ലാം ആത്മീയതയിലുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഈ ഭൗതികതയിലേക്ക് അതെല്ലാം പറയപ്പെടുന്നത്. അത്രയ്ക്കും സ്ഥലകാല ബോധമില്ലാതെയാണ് രഘുനാഥദാസ് ഗോസ്വാമി ഈ പറഞ്ഞ നാമത്തിലേക്ക് വിളിക്കുന്നത്. നമ്മൾ എത്ര പേര് നാമത്തിനെ ശ്രദ്ധയോടെ ജപിക്കുന്നു അല്ലെ? അതൊരു ചോദ്യമാണ്. നമ്മളുടെ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ചാൻഡിങ് ഓഫ് ദ ഹോളി നെയിം. അതിലൂടെ മാത്രമേ നമുക്ക് ഭഗവാന്റെ കാരുണ്യത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ കൃപയെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിലെ ഏറ്റവും പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നതും കലിയുഗത്തിലെ കലിസന്ധനോപനിഷത്തിൽ പറയുമ്പോൾ എന്താണ്? ഹരേ നാമ ഹരേ നാമ ഹരേ നാമയില കേവലോ കലോ നാസ്തീവ നാസ്തീവ ഗതിരന്യത. അപ്പൊ ആ നാമജപമാണ് നമ്മളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ എന്താ പറയുക സത്ത. അത് നമ്മൾ എത്രത്തോളം ജപിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. ആരും ആരെയും ബോധിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട, നമ്മൾ നമുക്കുള്ളിൽ ചെയ്താൽ മതി. ആ നാമത്തിന്റെ രുചി നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. എത്ര പേർക്ക് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് വെച്ചാൽ കടമയല്ലാതെ ഇത്ര മാല ജപിക്കണം അല്ലെങ്കിൽ ഈ സമയത്തുള്ളിൽ തീർക്കണം, ഇന്നേ ദിവസം 16 തീർത്താലേ ഉറക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയും പലരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് വേറൊരു വേദനാജനകമാണ്. പ്രഭുപാദരോട് ഒരു പാസ്റ്റ് ടൈം കേട്ടതാണ്. അദ്ദേഹം സേവനമെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് വന്നിട്ട് പറയും ജപിക്കാനായിട്ട് സമയമില്ല എന്നുള്ള രീതിയിൽ പറയും. ഫാസ്റ്റ് ടൈം കിട്ടുന്നില്ല. അപ്പൊ പ്രഭുപാദ് പറയും 16 കിട്ടാൻ സമയക്കുറവെന്തോ പറയും. അപ്പൊ പ്രഭുപാദ് പറയും അതിനെ കുറച്ചുകൂടി കൂടുതൽ എടുത്തോളൂ, സമയം കൂടുതൽ, സേവനം കുറച്ചിട്ട് സ്റ്റാൻഡിങ്ങിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അത് കുറച്ചുകൂടി ഉണ്ട് നോക്കിയിട്ട്. അതായത് സ്റ്റാൻഡിങ്ങിന് പ്രഭുപാദ് കൊടുത്ത പ്രയോറിറ്റിയാണ്. അല്ലെങ്കിൽ പ്രഭുപാദിന്റെ വേറെ ശിഷ്യം പറഞ്ഞു, പ്രഭുപാദ് ഞാൻ ഫുൾ ടൈം സർവീസിലായിരുന്നു, അതെടുക്കുക അവിടെ കൊണ്ടുപോവുക ഇതെല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പ്രഭുപാദ് നമ്മളെന്ത് വിചാരിക്കും? പ്രഭുപാദ് വിൽ അപ്രീഷിയേറ്റ്, ഓ ഗ്രേറ്റ്, കൈയടിച്ച് എല്ലാവരും അദ്ദേഹത്തെ ഒന്ന് അനുമോദിക്കണം. അദ്ദേഹം ഇത്രയും നേരം 24 മണിക്കൂറും സേവ ചെയ്ത് നമ്മളുടെ പ്രസ്ഥാനത്തെ വളർത്തിയത്.
പ്രഭുപാദ് പറഞ്ഞു അവിടെ പോയി ശമ്പളം വാങ്ങിച്ചിട്ട് പോയിക്കോളാം, ഗെറ്റ് യുവർ സാലറി ആൻഡ് എനിക്കിവിടെ ലേബർ വേണ്ടെന്ന് പറഞ്ഞു. ഐ വോണ്ട് എ ഡിവോട്ടി. ലേബർ എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ, ജോലി ചെയ്തതിനുള്ള കൂലി വാങ്ങിക്കാൻ പോകും. അതുപോലെ ആവരുത് സേവനം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ നാമജപത്തിലൂടെ വേണം നമ്മൾ എല്ലാ കാര്യത്തെയും ഒഴിയാൻ. അപ്പൊ നാമജപത്തിലാണ്, അതിനാണ് നമ്മളുടെ ഈ പറഞ്ഞ പ്രസ്ഥാനത്തിൽ ഓരോ സിസ്റ്റംസ്, ചിട്ടകൾ ഇതെല്ലാം ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ വന്നാൽ മാത്രമേ ഗ്രാജുവലി നമുക്ക് പുരോഗതിയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. സോ നമ്മളിവിടെ വന്ന പോയിന്റ് ഭഗവാന്റെ തിരുനാമജപം തന്നെയാണ്. അപ്പൊ അതിന് നമ്മളെല്ലാവരും ശ്രദ്ധ കൊടുക്കുക തന്നെ വേണം. അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, എന്താ പറയാ, മുഖ്യത്വം കൊടുത്താൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനെല്ലാം മുഖ്യത്വം കൊടുക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഇന്നത്തെ സൊസൈറ്റിയിലെ ഏറ്റവും വലിയൊരു സ്റ്റഡീസ് ചലഞ്ചിൽ പറയുന്നുണ്ട്, ഒരു ദിവസം മൊബൈൽ ഇല്ലാതെ എത്ര പേർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വളരെ ചുരുക്കം ആൾക്കാരാണ്. നമ്മളെല്ലാവരും തയ്യാറാണോ ഒരു ദിവസം മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? മാതാജിക്കില്ല, ഓക്കെ, കുഴപ്പമില്ല, ഒരാളുണ്ട്. വേറെ ആർക്കുണ്ട്? എത്ര പേര് മൊബൈൽ ഇല്ലാതെ ഒരു ദിവസം പോകാൻ തയ്യാറാണ്? ചലഞ്ച് പറ്റുമോ? വേറെ 2, 3, 4 കുറച്ച് പേര്. ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം അത് നമ്മളുടെ ജീവിതത്തില് എഴുകി ചേർന്നു. നമ്മളുടെ രാവിലത്തെ സുപ്രഭാതം എന്ന് പറയുന്നത് കൈ ഇങ്ങനെ തപ്പലാണ്, അല്ലെ? എവിടെ വെച്ചോ എന്ന് അടുത്ത് തന്നെ ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിനെ എടുത്ത് ആദ്യത്തെ കരാഗ്രേ ദർശനം എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ പറയുമ്പോൾ ആദ്യത്തെ ദർശനം നമ്മളുടെ സ്ക്രീനാണ്. സോ അത്രമാത്രം നമ്മൾ അറിയാതെ നമുക്കുള്ളിൽ. അതുപോലെ നമ്മളുടെ നാമജപവും ഹരിനാമവും ഭഗവാന്റെ ലീലകളും നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങും. എങ്ങനെ? നമ്മൾ അതിലേക്കായി ഒന്ന് ശ്രമിച്ചാൽ മതി. അത് ഭഗവത്ഗീത 7ാമത്തെ അധ്യായം 1ാമത്തെ ശ്ലോകം പറയുന്നു. 7:1 മയാസക്തമനഃപാത യോഗം മുഞ്ജന്മദാശ്രയാഃ അസംശയം സമഗ്രം മാം യദാ ജ്ഞാസ്യസി തച്ഛൃണു. അതായത്, ഹേ കുന്തിപുത്ര, എന്നെ കുറിച്ചുള്ള പൂർണ്ണബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയം നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നതാണ്. എങ്ങനെയെന്ന് ഞാൻ പറയാം. ഇപ്പൊ മനസ്സിലായല്ലോ? നാമജപം ഇഷ്ടത്തോടെ ചെയ്യണം. അതാണ് പൂർണ്ണ ബോധത്തോടുകൂടി, എന്നെ കുറിച്ച് പൂർണ്ണ ആസക്തമായ മനസ്സോടുകൂടി ആ നാമത്തിലേക്ക് എനിക്ക് രുചി വേണം, എനിക്ക് ഭഗവാനെ മനസ്സിലാക്കണം, എനിക്ക് നാമ രുചി വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാതെ നാമം ജപിക്കാൻ വേണ്ടി ജപിക്കരുത്. ആ നാമത്തിനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. ആ നാമത്തിലൂടെ ഭഗവാനെ കൂടുതൽ നമുക്ക് ഡിവോഷണൽ സർവീസിലേക്ക് പ്രവേശിക്കാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് വേണം നാമം ജപിക്കുന്നത്. അല്ലാതെ കടമയ്ക്കാകും നാമം ജപിക്കുന്നത്. കടമയ്ക്കാകും ചെയ്യാം, കുഴപ്പമില്ല. എങ്ങനെ ചെയ്താലും നാമത്തിന് ഫലമുണ്ട്. പക്ഷെ ആ ഫലം നമുക്ക് എത്രയും പെട്ടെന്ന് ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെതായ പ്രോപ്പർ മെത്തേഡ്സ് നമ്മൾ പാലിക്കുക തന്നെ വേണം, അല്ലെ? എല്ലാത്തിനും നിയമനിബന്ധനകൾ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിയമനിബന്ധനകൾ വെച്ചത്? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുന്നു, ട്രാഫിക് ലൈറ്റ്സ്, ട്രാഫിക്കിന്റെ സൈൻസ്, ഇതെല്ലാം വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അനാവശ്യമായിട്ട് ആരെയും അസ്വസ്ഥരാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ നിയമനിബന്ധനകൾ വെച്ചത്. ആർക്ക് വേണേ എങ്ങനെ വേണേ പോവാം, ഏത് സ്പീഡിലും പോവാം, എത്ര വളവിലും തിരിയാം, ഇൻഡിക്കേറ്റർ വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അത് നമ്മളുടെ ജീവിതത്തെ ഒരുപാട് നമ്മളുടെ സമയത്തെയും ജീവിതത്തെയും അസ്വസ്ഥപ്പെടും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് പോയിന്റിലേക്ക് വരുമ്പോൾ ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നു, അങ്ങയുടെ ഈ പറഞ്ഞ ലീലകളെ പറ്റി എനിക്ക് കൂടുതൽ പറഞ്ഞു തരൂ. ഇതുപോലെ തന്നെയായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. ശിവസ്വാമി ഈ പറഞ്ഞ പോലെ അദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ആ 7 ദിവസത്തിലേക്ക് ഏറ്റവും ശ്രേയസ്സായ ജീവിത ധർമ്മം, ഇല്ലെങ്കിൽ എനിക്ക് ഫൈനൽ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ഋഷിമാരുമായിട്ടിരുന്നത്. അതിനുശേഷമാണ് ശ്രീമദ് ഭാഗവതം അവിടെ പ്രത്യക്ഷപ്പെടുകയും അതിലൂടെ ശുഭദേവ സ്വാമി അദ്ദേഹത്തിന് വേണ്ട ജീവിതത്തിന്റെ ഏറ്റവും ഫൈനൽ എറ്റേണൽ പീസിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അത് കേട്ടതിന് ശേഷം ആദ്യം തുടക്കത്തിൽ ഇങ്ങനെ കേൾക്കെ അതിനുശേഷം ഓരോ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അദ്ദേഹം ഉത്സുകരായി കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഉറങ്ങാത്തത്. നമ്മളിപ്പോ രാവിലെ മുതൽ ഇപ്പൊ ഒരു നേരം ഇല്ലെങ്കിൽ ഒരു ക്ലാസ് 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ സോ ടയർഡ്.
എത്ര പേർക്ക് അങ്ങനെ ടയർഡ്നെസ് ഇല്ലാതെ ക്ലാസ് കേട്ടിട്ടുണ്ട്? പ്രഭു മാത്രം, പ്രഭു ഉണ്ട്. ബാക്കി എല്ലാവരും ടയർഡാണ്. അപ്പൊ അതിനർത്ഥം സഹിച്ചുകൊണ്ട് കേൾക്കുന്നു എല്ലാവരും. ഓരോന്നും പറയാനും പറ്റൂല, പോയില്ലെങ്കിൽ അത് വേറെ പ്രശ്നം. എല്ലാം കൊണ്ട് പെട്ടു എന്ന് പറയും പോലെയാണ് ആ ക്ലാസ് കേൾക്കുന്നത്. ഒരിക്കലും അങ്ങനെയാകും. ദയവായിട്ട് എല്ലാവരും ക്ലാസ് കേൾക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. നമുക്ക് പൂർണ്ണമായിട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറെ പോയിന്റ്സ് നമ്മളുടെ ഹൃദയത്തിനകത്ത് കയറും. നമ്മൾ അത് വേണമെന്ന് പറയണം. ആ ക്ലാസ്സിൽ എന്തെങ്കിലും എനിക്ക് എടുക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി വരും. കാരണം ഓരോ ഭക്തന്മാരും നമ്മളെ ഇപ്പോ മായപ്പൂരിലൊക്കെ ഡെയിലി ക്ലാസ്സസ് നടക്കും. അവിടെ സന്യാസിമാരും വന്നിരിക്കും. അവിടെയുള്ള ആ സമയത്തുള്ള സന്യാസിമാരും ക്ലാസ് കേൾക്കാൻ വരും. പക്ഷെ എടുക്കാൻ വരുന്നത് പ്രഭൂസ് ആയിരിക്കും, ഗൃഹസ്ഥന്മാരാണ്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഇതെല്ലാം ഞങ്ങൾ പഠിച്ച കാര്യങ്ങളല്ലേ, ഈ പറയാത്തൊന്നും പ്രത്യേകിച്ചില്ലല്ലോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. അതിന് പകരം അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പുതിയത് നമുക്ക് എടുക്കാം, ഏതെങ്കിലും കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വേർഷൻസ് കേൾക്കാം എന്ന് പറഞ്ഞ് അവർ ഉത്സാഹത്തോടെയാണ് അവരുടെ വിലപ്പെട്ട 1 മണിക്കൂർ വന്നിരിക്കുന്നത്. അല്ല ടൈം പാസിനല്ല, കേട്ടേക്കാം എന്ന് പറഞ്ഞല്ല അവർ വരുന്നത്. കാരണം ജന്മിവാസ് പ്രഭുക്ക് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അദ്ദേഹത്തിന്റെയൊക്കെ പാഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത രീതി നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഒരുപാട് ഭഗവാനായിട്ട് ക്ലോസ് അസോസിയേറ്റ് ആണ്. എന്നിരുന്നാൽ പോലും ഈ പൂജ പഠിപ്പിക്കുന്ന വേളകളിലും ഒക്കെ അദ്ദേഹം വന്നിരുന്ന് ഇങ്ങനെ ഒരു സ്റ്റുഡന്റിനെ പോലെ ഇരിക്കുന്നു. കാരണം എന്താ, അദ്ദേഹം എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളെ ലേൺ ചെയ്യാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. നമ്മളെപ്പോഴും റിജക്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ പലപ്പോഴും പലതിനെ റിജക്ട് ചെയ്യാനാണ്, അറിഞ്ഞുകൊണ്ടോ ഇല്ലെങ്കിൽ അറിയാതെയോ നമ്മൾ പലതിനെയും ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. നമുക്കിഷ്ടമില്ല, നമുക്ക് കംഫർട്ട് ഇല്ലെങ്കിൽ. ഒരു സ്റ്റോറി പറയാം. നമ്മളെ ഗൗരംഗ പ്രഭുവിനെ എത്ര പേർക്ക് അറിയാം? ഗൗരംഗ ദാസ്, ഇസ്കോണിലെ എല്ലാവർക്കും കുറച്ച് പേർക്ക് അറിയാം. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ബ്രഹ്മചാരി, റൈറ്റർ. അദ്ദേഹത്തിന്റെ പദവിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് തലത്തിൽ അദ്ദേഹം എന്താ പറയാ അധ്യക്ഷ ചുമതലകളും റെസ്പോൺസിബിലിറ്റിയിലേറ്റ് വേൾഡ് വൈഡ് അദ്ദേഹം സ്പീക്കറാണ്. ലോകതലത്തിൽ പല പല സംഘടനകളുടെയും സ്ഥാനത്തും അദ്ദേഹവും മെമ്പറാണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന ഒരു പഴയ പാസ്റ്റ് ടൈമിനെ കുറിച്ചാണ് അദ്ദേഹം മഹാരാജിന്റെ വ്യാസപൂജ ഗ്ലോറിഫിക്കേഷൻ സമയത്ത് പറയുകയുണ്ടായി. ഒരു സൗത്ത് ഇന്ത്യൻ യാത്ര വരികയും അവരെല്ലാവരും ഗ്രൂപ്പായിട്ട് വന്ന സമയത്ത് ഒരു നദിയിലേക്ക് ഇറങ്ങേണ്ട സമയമായി. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയും, മഹാരാജിനോട് പറയും, മഹാരാജ് എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ അദ്ദേഹത്തിനടുത്ത് സ്തോക കൃഷ്ണ പ്രഭു എന്ന് പറയുന്ന വേറൊരു ഭക്തനുണ്ട്. കുഴപ്പമില്ല, നീന്താൻ കുഴപ്പമില്ല, സ്തോക കൃഷ്ണ പ്രഭു പഠിപ്പിക്കുന്നു. അദ്ദേഹം ഗൗരവ പ്രഭു തിരിച്ചു പറയും, മഹാരാജ് ഇത്ര കൊല്ലമായിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല, പക്ഷെ ഈ ഒരു ദിവസം കൊണ്ട് പറ്റുമോ എന്നുള്ള മട്ടില് മഹാരാജിനോട് ചോദിക്കും. അപ്പൊ മഹാരാജ് തിരിച്ചോട്ട് പറയും, ഇതുവരെ നീ ഒരു ഗുരുവിനെ സ്വീകരിച്ചില്ല, അതുകൊണ്ട് നിനക്ക് പറ്റിയില്ല. സ്തോക കൃഷ്ണ പ്രഭുവിനെ നീ ഗുരുവായിട്ട് അംഗീകരിക്കൂ. അവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം അദ്ദേഹം ഒരു തോർത്തെടുത്ത് നിൽക്കുന്ന രംഗമാണ് അത് കുളിക്കാനായിട്ട്. അത് നമ്മളിപ്പോ നീന്താറിയാത്ത ഒരു തോർത്തെടുത്ത് കരയിരുന്ന് കുളിച്ച് കയറാം എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. ഇദ്ദേഹം നോക്കുമ്പോൾ തോർത്ത് കൊടുത്തിരിക്കുന്നു. ഇദ്ദേഹം പറയുന്നു, മഹാരാജ് പറയുന്നു, ഗുരുവായിട്ട് സ്വീകരിക്കുന്നു. ശരി എന്ന് പറഞ്ഞിട്ട് അത് പറയും, മാനസികമായി പോരാ, ശാരീരികമായിട്ട് വേണം. അതായത് ദണ്ഡ നമസ്കാരം ചെയ്ത് അദ്ദേഹത്തിനെ തൊട്ട് വണങ്ങി എന്നൊക്കെ പറയുന്നത്. ഗൗരംഗ പ്രഭു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. മഹാരാജ് പറഞ്ഞു ചെയ്തേ പറ്റും. അപ്പം ഇഷ്ടത്തോടെ തന്നെയാണ്, കുറച്ച് കഷ്ടമാണെങ്കിലും പിന്നെ ഇഷ്ടത്തോടെ തന്നെ അദ്ദേഹം അത് ചെയ്യും. അങ്ങനെ സ്തോക കൃഷ്ണ പ്രഭുവിനെ നമസ്കരിച്ചിട്ട് ഗുരുവായിട്ട് അവര് കുടിക്കാൻ ഇറങ്ങുകയും കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പൊ മഹാരാജിനോട് പറയും, അദ്ദേഹം പറയും, മഹാരാജ് പക്ഷെ ഇത്ര കാലം നടക്കാത്തത് ഞാൻ കുറച്ച് പഠിച്ചു, പക്ഷെ ഇനി വരും ഇതിൽ ഞാൻ പഠിക്കാമെന്ന് പറയും. അപ്പൊ മഹാരാജ് പറയും, ഈ ഒരു സമയത്ത് നമ്മളെ ഒരു തോണിക്കാരന്റെയും ഒരു ജ്ഞാനിയുടെയും സ്റ്റോറി ഓർക്കണമെന്ന് പറയും. അപ്പൊ ഇതിങ്ങനെ ഓർക്കും. എത്ര പേര് കേട്ടിട്ടുണ്ട് തോണിക്കാരന്റെ കഥ? എല്ലാവർക്കും അറിയാം, ഒരുവിധം എല്ലാവർക്കും അറിയാം. തോണിക്കാരനും ഒരു ജ്ഞാനിയും തോണിക്കാരനുമായിട്ട് പോകുന്ന അപ്പൊ പറയാം. അപ്പൊ ആ സ്റ്റോറി കൂടെ പറഞ്ഞിട്ട് കണക്ട് ചെയ്യാം. ഒരു തോണിക്കാരനും ഒരു തോണിയില് ഈ പറഞ്ഞൊരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു ജ്ഞാനമുള്ളവൻ പോകാൻ രണ്ടുപേരുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്.
അപ്പൊ ഈ ജ്ഞാനിക്ക് അദ്ദേഹം പഠിച്ച ഈ പറഞ്ഞ ശാസ്ത്രങ്ങളും ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളതിന്റെ ഒരു കുങ്ക് വെളിയിൽ കാണൂല. എന്നാലും അപ്പൊ ഇങ്ങനെ യാത്ര നടക്കുന്ന വേളയിൽ ഇദ്ദേഹം ചോദിക്കും, അങ്ങേക്ക് ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. തോണിക്കാരൻ പറയും, ഇല്ല പ്രഭു, ഞാനിത് പഠിച്ചിട്ടില്ല. ഓ, നിങ്ങളുടെ ആയുസിന്റെ പകുതി ഇല്ലെങ്കിൽ എത്ര 4% പോയി എന്ന് പറയും. കുറച്ചുകൂടി മുന്നോട്ട് പോകും. അപ്പൊ വീണ്ടും അദ്ദേഹം ചോദിക്കും, ഈ ശാസ്ത്രം അറിയാമോ, ഇത് ഭയങ്കര വിശേഷപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹം പറയും, എനിക്ക് അതും അറിയത്തില്ല പ്രഭു, ഞാനൊരു തോണിക്കാരനുണ്ട് എന്ന് പറയും. അപ്പൊ അതിന്റെ പകുതിയായി. അപ്പൊ ആ തോണിക്കാരൻ ഈ പറഞ്ഞ ജ്ഞാനി പറയും, അങ്ങയുടെ പകുതി ജീവിതം പാഴായല്ലോ എന്ന് പറയും. അപ്പൊ വീണ്ടും കുറച്ചുകൂടെ അദ്ദേഹം ഏതാണ്ട് നല്ല നടു ഭാഗത്തോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്കും വീണ്ടും അടുത്ത അദ്ദേഹം പഠിച്ച ശ്ലോകങ്ങളെ കുറിച്ചും ഇല്ലെങ്കിൽ വേറെ ഇതിനെ കുറിച്ചും വീണ്ടും ഈ ഇതിനെ സബ്ജക്ട് അറിയാമോ എന്ന് ചോദിക്കും. അദ്ദേഹം പറയും, അതും എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അപ്പം അങ്ങയുടെ ജീവിതത്തിൽ 75% ഏതാണ്ട് പോയെന്ന് പറയും. അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ കടൽക്ഷോഭം പോലെ ഇങ്ങനെ തിരയിളകാനും ഒക്കെ തുടങ്ങി. അപ്പൊ തിരിച്ച് ഈ തോണിക്കാരൻ ഇത്രയും ചോദ്യങ്ങൾ അദ്ദേഹമാണ് ചോദിച്ചത്, ഞാനാണ്. തിരിച്ച് തോണിക്കാരൻ ചോദിച്ചു, പ്രഭു അങ്ങേക്ക് നീന്താൻ അറിയാമോ എന്ന് ചോദിച്ചു. അതറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. അങ്ങയുടെ മുഴു ജീവിതം ഇപ്പൊ പോയല്ലോ എന്ന് പറഞ്ഞു. അങ്ങയുടെ ഹോൾ ലൈഫ് ഗോൺ. എനിക്ക് 75 പെട്ടുള്ളൂ, പക്ഷെ പഠിച്ചു കയറിയാൽ തിരിച്ച് ബാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ഗൗരവപ്രഭുവിന്റെ അടുത്ത് മഹാരാജ് ഈ സ്റ്റോറിയെ ഓർക്കാൻ പറയും. അപ്പോ നീ പഠിച്ച ജ്ഞാനവും ഈ പറഞ്ഞ പൊസിഷൻസും അല്ല റിയലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സിംപ്ലിസിറ്റി ആൻഡ് ഹംബിൾനെസ് ആണ് നമ്മളെ കൊണ്ടുവരും എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തില് നമ്മൾ ഈ പറഞ്ഞ നേടുന്നത് ഒന്നും യഥാർത്ഥത്തിൽ നമ്മളെ സഹായിക്കില്ല. നമ്മൾ എളിമത്വത്തോടും വിനയശീലത്വത്തോടും കൂടി അല്ല ഇതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം കൂടെ ഉണ്ടാകും, അത്രയും. പക്ഷെ അതിന്റെ റിയൽ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ്, കാരണം ഈ ഒരു ഫാസ്റ്റ് ടൈമിൽ പറയാൻ കാര്യം എന്ന് വെച്ചാല് ഇതൊരു ചെറിയ ഫാസ്റ്റ് ടൈമാണ്. ഇത് നമുക്കൊരു വലിയ മെസ്സേജ് എടുക്കാനില്ല എന്ന് തോന്നും. പക്ഷെ അതിനെ നമ്മൾ ഗഹനമായിട്ട് നോക്കിയാല് മഹാരാജ് അതിലൂടെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത, നീ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു, ഈ പൊതലികളും പ്രശംസകളും ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇതിലൊന്നും കുലുങ്ങി പോകരുത്, ഇതിലൊന്നും അങ്ങ് മറന്നു പോകരുത്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഡെയിലി ലൈഫിലൊന്ന് ആലോചിച്ച് നോക്കും. നമുക്കൊരു ചെറിയ അപ്രിസിയേഷൻ കിട്ടിയാൽ മതി, നമ്മളങ്ങ് ഇങ്ങനെ തട്ടി പോയി മുട്ടാറാവും. അപ്രീസിയേഷൻ വേണം ഒരു പരിധി വരെ. പക്ഷെ അപ്രീസിയേഷൻ എന്ത് ചെയ്യണം, നമ്മൾ അത് നമുക്കുള്ളതായിട്ട് എടുക്കണം. അതിന് ഒരു പാസ്റ്റേയും കൂടെ പറയാം. സോറി, എത്ര പേർക്ക് അറിയാമെന്നറിയാം, ഹിസ് ഹോളിനെസ് ഗൗർ ഗോവിന്ദ സ്വാമി മഹാരാജ് എന്ന് പറഞ്ഞ ശില പ്രഭുപാദയുടെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഭുവനേശ്വറാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അറിയപ്പെടുന്ന ഒരു എന്താ പറയാ, ഞാനല്ല, ഒരു ഭക്തൻ, ശ്രേഷ്ഠനായ ഒരു ഭക്തൻ തന്നെയാണ്. ആ ഭക്തൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ ലോകയാത്രയില് ഒരു ഫോറിൻ ആഫ്രിക്കൻ കൺട്രിയാണ് തോന്നുന്നത്, ആ കൺട്രിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അങ്ങോട്ട് പോകും. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ കറണ്ട് ഇല്ല. അപ്പൊ അദ്ദേഹം ചോദിക്കും, എന്ത് പറ്റി കറണ്ട്? മഹാരാജ്, ഇവിടെ വേണ്ട വിധത്തിലുള്ള മഴയില്ല, അത് കാരണം കൃഷിയും ഈ കാർഷികം മൊത്തത്തിന് തകരാറ്, കാരണം നമുക്ക് പവർ കട്ടും ആകെ ഇരുട്ടിലാണെന്നുള്ളത്. അപ്പൊ മഹാരാജ് കേട്ടിട്ട് പറയും, ഇഫ് വി പ്ലീസ് യജ്ഞപുരുഷ ഹി വിൽ ബ്ലെസ്. ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്, ഞാനത് വായിച്ചു തോന്നുന്നു. നമ്മൾ യജ്ഞപുരുഷനെ പ്രീതിപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് വേണ്ട കാര്യങ്ങൾ ചൊല്ലിയില്ല. അപ്പൊ യജ്ഞപുരുഷൻ എന്ന് പറഞ്ഞാൽ കലിയിൽ നമുക്ക് യജ്ഞപുരുഷൻ ആരാ? ഹരിനാമം. കലിയിലെ യജ്ഞപുരുഷന്റെ യജ്ഞത്തിന്റെ എല്ലാം ഹവിസ് എടുക്കാന്ന് പറയാം, യജ്ഞത്തിലെ വരുന്നത്. കലിയുഗത്തിലെ യജ്ഞം ഏതാ? ഹരിനാമം. കലിയിൽ യജ്ഞാനാം ജപയജ്ഞോസം എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നത്. ആ യജ്ഞപുരുഷനാകുന്ന ഹരിനാമത്തെ ആശ്രയിക്കാന്ന് പറയും. അങ്ങനെ കണ്ടിന്യൂസ്ലി 2 മണിക്കൂർ അവര് ചാൻഡ് ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറിയിലുള്ള സ്റ്റോറിയാണ്, നോക്കിയാൽ കിട്ടും ബുക്കില്. 2 മണിക്കൂർ അവർ ഹൃദയംഗപൂർവമായി സാഷ്ടാംഗമായിട്ട് നല്ല മനസ്സ് തുറന്ന് ഹൃദയത്തോടു കൂടി മഹാരാജിന്റെ കൂടി ഇരുന്ന് പാടിയ സമയത്ത് ഇടി മുഴങ്ങിയത്. വർഷങ്ങളായിട്ട്, എത്രയോ വർഷമായിട്ട്, റീസെന്റ് 3-4 ഇയേഴ്സ് ആയിട്ട് മഴയില്ലാത്ത ഇടി മുഴങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന ശിഷ്യൻ, ഇടി മാത്രമേ മുഴങ്ങിയുള്ളൂ എന്ന് പറയും. അപ്പൊ അത് മഹാരാജിന്റെ ശിഷ്യൻ പറയും, ഇടി മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ മഴയും വരും എന്ന് പറയും. കുറച്ച് കഴിഞ്ഞത് അവിടെ ഫ്ലഡ് ആയിരുന്നു, വെള്ളം കൊണ്ട് നിറഞ്ഞതാണ്. അങ്ങനെ വെള്ളം കൊണ്ട് നിറഞ്ഞുകൊണ്ട് എന്തായി, സ്വാഭാവികമായിട്ട് എല്ലാവരും മഹാരാജ് പറഞ്ഞു വെള്ളം വന്നു, മഹാരാജ് പറഞ്ഞു വെള്ളം വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മഹാരാജിനെ പ്രചരിക്കാൻ തുടങ്ങി.
ഈ പ്രകീർത്തിച്ച അതേ വേളയിൽ മഹാരാജ് അദ്ദേഹത്തിന്റെ ഡിസൈബിളിനെ വിളിച്ച് പറയും നമുക്ക് പോകാം, സമയമായി, നമുക്ക് പോവാം. ആക്ച്വലി അദ്ദേഹം പ്ലാൻ ചെയ്ത് വന്നതും ഒരു കുറച്ച് ദിവസം നിൽക്കാനാണ്. നോക്കിയപ്പോൾ എല്ലാവരും സ്തുതി തുടങ്ങി. അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി. മഹാരാജ് കി ജയ് മഹാരാജ്. മഹാരാജ് പറയും ഇത് ഞാനല്ല, പോവാം. അങ്ങനെ വിത്തിൻ 2 hours ആ സ്ഥലം വിട്ട് അദ്ദേഹം പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എത്രത്തോളം മറ്റേ ഡിറ്റാച്ച്ഡ് ആണെന്ന്. അതേസമയം അദ്ദേഹത്തിന് കർമ്മ ചെയ്യാതിരുന്നോ? ഇല്ല. അവർക്ക് വേണ്ട സഹായം എന്താണോ അത് ചെയ്തു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെതായ പരിശ്രമം അദ്ദേഹം എടുക്കുകയും ചെയ്തു. എന്നാൽ ആ പരിശ്രമത്തിന്റെ ഒരു ഫലം പോലും അദ്ദേഹം എടുക്കുന്നു. ആക്ച്വലി അദ്ദേഹം അവിടെ ഇരുന്നത് കൊണ്ട് ഒരു തെറ്റാകുന്നില്ല. ശിഷ്യന്മാർ അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നതുകൊണ്ടും തെറ്റില്ല. ഈവന്തോ എന്നിരുന്നാൽ കൂടി അദ്ദേഹം അതിനെ വാങ്ങാൻ തയ്യാറാണ്. അത്രമാത്രം ഡിറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾക്ക് വരുന്ന പ്രകീർത്തികളും സ്തുതികളും എല്ലാത്തിനും നമ്മൾ പുറമേ നിൽക്കാൻ പറ്റും. ഇതൊന്നും നമുക്കുള്ളതല്ല എന്ന് മനസ്സിലായി. ഇതെല്ലാം കൃഷ്ണൻ തന്നു, സേവനം ഉപയോഗിച്ചു, മതി. അതിനപ്പുറം എനിക്ക് ഇതിനകത്ത് ക്രെഡിറ്റ് പാടില്ല. കാരണം ചില പ്രഭുപാദരാണ് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. ഇത്രയും വലിയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ ചെയ്ത് കുറച്ചേ ഉള്ളൂ, എന്റെ ശിഷ്യന്മാർക്ക് ഇനിയും ചെയ്യാം. ശിഷ്യന്മാരെന്നല്ലെങ്കിൽ ഹോൾ പാരന്റ് വന്നാൽ കൂടി നമുക്ക് പ്രഭുപാദ ചെയ്തതിന്റെ ഒരു 1/3 പോയിന്റ് പോലും നമ്മളെ കൊണ്ട് ഓടിയെത്താൻ പറ്റില്ല. അത്രമാത്രം പ്രഭുപാദരെ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് അന്താരാഷ്ട്ര കൃഷ്ണാഘോഷം. എന്നിട്ട് അദ്ദേഹം പോലും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ തയ്യാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുയായികളായ നമ്മളും യാതൊരു കാരണവശാലും നമുക്ക് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഇല്ലെങ്കിൽ അംഗീകാരം, എല്ലാവരും അംഗീകാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ അംഗീകാരത്തിന് വേണം. വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഇങ്ങനെ ഓരോ നമ്മളുടെ എന്താ പറയാ ബന്ധങ്ങൾക്കിടയിലും ഈ അംഗീകാരവും ഈ പറഞ്ഞ അപ്രീസിയേഷനും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഞാന് നമ്മളുടെ ഈ പറഞ്ഞ കേൾക്കുന്ന ഗ്രന്ഥങ്ങളിലേക്ക് പറയുന്ന ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്, നമ്മൾ ദൈവത്തെ ഓർത്ത് നമ്മൾ ഹൃദയപൂർവ്വം ഇതിനെയൊക്കെ റിജക്ട് ചെയ്യും. മഹാരാജ് എപ്പോഴും പറയും ഒരു പോയിന്റ്, നമ്മൾ എത്ര ഫ്രീ ആയിരുന്നു അത്ര നമ്മൾ ബോഡി ലൈറ്റ് ആയിരുന്നു. നമ്മൾ ഭാരം കയറുമ്പോഴാണ് നമുക്ക് ഭയങ്കര തലവേദന, ബോഡിയിലെ ഡിസീസ്, ഇതെല്ലാം വരുന്നതെന്ന് അറിയാം. ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിനകത്തും നമ്മളുടെ തോട്ട് പ്രോസസ്സിനകത്ത് ഇങ്ങനെ വിശകലനം ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം വിട്ടിട്ട് സിമ്പിൾ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് എന്താ പറയാ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം ബ്രത അഹം ത്വാം സർവ്വപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. കൃഷ്ണ, ഐ ലീവ് ടു യു എവരിതിങ്. ഭഗവാനെ ഞാൻ എന്റെ ജീവിതം മുഴുക്ക അങ്ങനെ കൃപാതിലാക്കിയത്. കണ്ണു അടച്ചങ്ങ് പറഞ്ഞു. കൃഷ്ണൻ കണ്ണ് തുറന്ന് നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട്. കൃഷ്ണൻ ഒരിടത്ത് പോലും നമ്മളുടെ സേവനത്തെ വിലമതിക്കാതെ പോകും. അതിനെന്താ ഉദാഹരണം? ഞാൻ പറഞ്ഞത് നമ്മളുടെ ഓരോ സേവനവും ചെറുതോ വലുതോ കൃഷ്ണൻ കാണാതിരിക്കില്ല. എന്തെങ്കിലും ഉദാഹരണം ഉണ്ടോ? ഒരുപാടുണ്ട്. ദ്രൗപദി, ഗജേന്ദ്ര, നല്ല ഭാഷയമാണ് ഗജേന്ദ്രൻ. വേറെ പ്രഭു അതിന്റെ പോയിന്റിൽ വന്നു കഴിഞ്ഞു. മെയിൻ നമ്മളെല്ലാരും വളരെ എന്താ പറയാ വിട്ടുപോകുന്ന ഒരു പാർട്ടാണ്. നമ്മള് രാമചന്ദ്ര ഭഗവാന്റെ ലീലകളിൽ വരുന്ന സ്കുരൽ അണ്ണാന്റെ കഥ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഭാഷയിൽ തന്നെയാണ്. ആ അണ്ണാനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാലം കെട്ടുമ്പോ. പക്ഷെ അണ്ണാൻ ചിന്തിച്ച് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യാം. എനിക്ക് ആ പാലം കെട്ടുന്നോ അതിന് പറ്റുമോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിന് വേണ്ട സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് എന്ത് പറ്റും? കുറച്ച് മണ്ണ് നേരെ വെള്ളത്തിൽ മുങ്ങുന്നു, ഈ പറഞ്ഞ സാൻഡിൽ വന്ന് കിടന്ന് ഉരുളുന്നു, തിരിച്ചവിടെ പോയതെല്ലാം കുടഞ്ഞ് റെഡിയാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതാരും കാണൂല. കാരണം അവിടെ പാറകളും വലിയ വലിയ എന്താ പറയാ സാമ്രാജ്യങ്ങളും എടുത്തെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി നടുപ്പാലത്തിനിടയിൽ കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അണ്ണാന്റെ ഈ സേവനം ആര് കാണും? പക്ഷെ ഭഗവാൻ രാമചന്ദ്രൻ അതിനെ കാണുകയും അതിനെ അനുമോദിക്കുകയും അതിനെ ആശീർവദിക്കുകയും ചെയ്തു. ആ ഒരു എന്താ പറയാ ട്രാൻസ്ജെൻഡറൽ ടച്ചാണ് അതിന് പുറത്ത് വന്ന ബോഡി ലയൻസ്. അപ്പൊ അതുപോലെയാണ് നമ്മൾ ചെയ്തത്. നമ്മളുടെ സേവനത്തെ ഭഗവാൻ തീർച്ചയായും കാണും. അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ മാത്രമാണ്. ഭഗവാൻ അത് തീർച്ചയായിട്ടും കാണും. ബാക്കിയുള്ളവർ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആരും നോക്കണം.
അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സേവനത്തിന് ഈ പറഞ്ഞ അംഗീകാരം, ഈ പറഞ്ഞ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ഭഗവാന് വേണ്ടിയാവും. അവരെ പ്ലീസ് ചെയ്യാൻ, പ്രഭുവിനെ പ്ലീസ് ചെയ്യാൻ, അദ്ദേഹത്തെ പ്ലീസ് ചെയ്യാൻ, എന്നെ പ്ലീസ് ചെയ്യാൻ വേണ്ടി സേവനം ചെയ്യരുത്. അത് ചെയ്യുമ്പോൾ സേവനത്തിന്റെ ഫലം നമുക്ക് കുറയും. ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിനാമത്തോടുള്ള രുചി, ഭാഗവതത്തോടുള്ള രുചി, ചാൻറ്റിങ്ങിനോടുള്ള രുചി, സേവനത്തോടുള്ള രുചി, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നു. അംഗീകാരവും ഈ പറഞ്ഞ പ്രശംസയൊക്കെ നമ്മൾ പ്രതീക്ഷ ചെയ്യുമ്പോൾ ആ സേവനത്തിന്റെ ക്വാളിറ്റി കുറയാൻ തുടങ്ങും. നല്ല പാൽപായസത്തിൽ കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ എന്താവും? നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യാറുണ്ട് അല്ലെ? ആള് കൂടി കഴിഞ്ഞ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആൾക്കാർ വരുമ്പോൾ ശകലം ആദ്യം കയറ്റും, പിന്നെ അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നോക്കുമ്പോൾ പാൽപായസമാണ്, ആള് പാൽപായസം തന്നെയാണ്, പക്ഷെ രുചിയില്ല. അതുപോലെ ആവരുത് നമ്മളുടെ ലൈഫിലെ സേവനങ്ങൾ. സേവനം ചെയ്യുമ്പോൾ അതിന് രുചി വേണം, അതിന് ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റി വേണമെങ്കിൽ എന്ന് പറയാം, നമുക്ക് സിംപ്ലിസിറ്റി വേണം, ഹ്യൂമിലിറ്റി വേണം. ഒന്നിന് രണ്ട് പറഞ്ഞാൽ നമുക്ക് അസ്വസ്ഥതയാണ് അല്ലെ? ഒരു സേവനം തരുമ്പോ രണ്ടാമത്തെ സേവനം കൊണ്ട് നമ്മളോട് പറഞ്ഞാൽ എന്താവും? പ്രഭു ഞാൻ ഒന്നല്ലേ ചെയ്തു, ഇതിന്റെ ഇടയിൽ ഇതും കൂടിയാ എന്ന് നമ്മൾ ചോദിക്കും. എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? ഞാൻ ചോദിച്ചിട്ടുണ്ട്. പ്രഭു ഈ സേവനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതിന്റെ ഇടയിൽ പ്രഭു അതും കൂടെ. ബാക്കി ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെ ടോപ്പിക് മാറി. കാരണം ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ജയാനന്ദ പ്രഭു. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. പ്രഭുപാദന്റെ വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനിലെ ഒരു ഭക്തനാണ് ജയാനന്ദ പ്രഭുവിന്റെ. പാസ്റ്റ് ടൈം ഇല്ലെങ്കിൽ അദ്ദേഹം ലൈഫ് ജേർണി എന്ന് പറയുന്നത് 10 കൊല്ലം ഉണ്ടായിരുന്നു പ്രഭുപാദൻ. ജസ്റ്റ് 10 years. ആ 10 കൊല്ലം കൊണ്ട് അദ്ദേഹം ഗുരുവിനെ സേവിച്ച് തിരിച്ചു പോയി. അദ്ദേഹത്തിന്റെ ലൈഫിലെ എയിം ഫുൾഫിൽ ചെയ്തു. പ്രഭുപാദൻ പറഞ്ഞു അദ്ദേഹം ഭഗവാന്റെ അടുത്തെത്തി. അത്രമാത്രം ഒരു ട്രൂ ഡിസൈപ്പിൾ ആയിരുന്നു ശ്രീല ജയാനന്ദ. അദ്ദേഹത്തിന് വൈഷ്ണവ സമൂഹത്തിൽ അതുപോലെ 7th ഗോസ്വാമി എന്ന് പറയും, ജയാനന്ദ ഠാക്കൂർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത്, അതായത് ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ കുട്ടി പോന്നാൽ ആരെന്ത് സേവനം പറഞ്ഞാൽ അദ്ദേഹം ചെയ്യും. അതിനൊരു പക്ഷപാതമില്ല, ഏജ് വയസ്സിലില്ല, ഞാൻ സീനിയറാണ് നിങ്ങൾ ജൂനിയറാണ്, ഇതൊന്നും അദ്ദേഹം നോക്കില്ല. അദ്ദേഹം ഡെയിലി ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പാർട്ടിയാണ്. അവര് സംഗീതം അവിടെ എല്ലാം ബസ്സില് ഈ പറഞ്ഞ കുക്കിംഗ്, അവിടുത്തെ ആ ഒരു ഫോറിൻ കൾച്ചർ, ഇതിനാണ് അദ്ദേഹം പോവുക. 8-10 മണിക്കൂറോളം ഈ പറഞ്ഞ സേവനമൊക്കെ പുറമേ പ്രീച്ചിങ്, കുക്കിങ്ങും. ജയനന്ദപ്രഭുവിന് വളരെ പ്രിയപ്പെട്ടതാണ് കുക്കിംഗ്. നന്നായിട്ട് കുക്ക് ചെയ്ത് എല്ലാവർക്കും സർവ് ചെയ്യും. അങ്ങനെ ഇദ്ദേഹം സെർവ് എല്ലാം ചെയ്ത് ഏതാണ്ട് രാത്രിയൊക്കെ വന്ന് ടെമ്പിളിൽ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് മയങ്ങിയാൽ കൊള്ളാം എന്ന് വിചാരിച്ച് നമ്മൾ വരുമ്പോൾ ആരെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്നൊരു സേവനം പറയാൻ ശ്രീ ഗോപിതാക്കി കൃഷ്ണബലറാമിക്ക് ആ സമയത്ത് അദ്ദേഹം പറയും, പ്രഭു ഞാൻ ഇപ്പോഴല്ലേ പ്രഭു വന്നത്, നിങ്ങൾ എന്നെ കണ്ടില്ലേ, ഞാൻ രാവിലെ പോയിട്ട് ഇപ്പോഴാണ് വീണ്ടും പ്രഭു വേറെ ആരും ഇല്ല ഇത് ചെയ്യാനെന്ന് നമ്മൾ തോന്നും. അദ്ദേഹം പറയാം, പ്രഭു എന്താണ് ചെയ്യേണ്ടത്, ഇതാണോ ഞാൻ ചെയ്യാൻ പറ്റും. ഈ ഒരു മൂഡാണ് ക്യാപ്ചർ ചെയ്യുന്നത്. കൃഷ്ണൻ ക്യാപ്ചർ ചെയ്യുന്ന ഈ ഒരു ഭാവത്തെയാണ്. നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് രണ്ടാമത്. ചെയ്യാതിരിക്കാം അതൊരു സൈഡ്, പക്ഷെ എനിക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം മതി നമ്മളത് ചെയ്യിപ്പിക്കുന്നത്. അതാണ് ഭഗവാന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാം, നമുക്കത് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കൃഷ്ണൻ നമ്മളുടെ ഭക്തിയിൽ വേണ്ട പല ഘടകങ്ങളും. നമ്മൾ ചില പ്രോഗ്രാം പോകണമെന്ന് വിചാരിക്കും, പക്ഷെ പറ്റൂല നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കും. എന്നാലും പോയാൽ കൊള്ളാന്ന് പറയുമ്പോൾ അനോണിമസ് കോള് വരും, ആരെങ്കിലും വന്ന് ചോദിക്കും, പ്രഭു വരുന്നുണ്ടോ അങ്ങോട്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലുമില്ല. ഇതെല്ലാം ഭഗവാൻ എന്തുകൊണ്ടാണ് നമ്മളുടെ മൂഡിനെയാണ് ഭഗവാൻ ക്യാപ്ചർ ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ചെക്കല്ല, അതിനെ റിസീവ് ചെയ്യുന്നത്. ഭഗവാൻ ഒന്നും ചെക്കൊന്നും ചെയ്യണ്ട. നമ്മളുടെ എല്ലാ സ്കാനർ അദ്ദേഹത്തിനുണ്ട്. എല്ലാ ഡേറ്റയും ഉള്ളിൽ പുറം അകം ഇകം ഇതുവരെ വന്ന് പോയ എത്രയോ ലൈഫ് ടൈമിന്റെ ഡേറ്റ അദ്ദേഹത്തിന്റെ എന്താ പറയാ ചിറ്റിലുണ്ട്. പക്ഷെ നമ്മളിപ്പോ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതിനെ എങ്ങനെ റിസീവ് ചെയ്യുന്നു, ഹൗ വി ആർ എക്സിക്യൂട്ടിംഗ് ദിസ്, ഇത്രയും മതി. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ ഈ അമൃതത്തെ ചെവി കൊണ്ട് കേൾക്കാൻ തയ്യാറാണ്. അതാണ് പിബത ഭാഗവതം രസമാലയം. പിബത കുടിക്കുക, ഭാഗവതത്തെ കുടിക്കുക. ഇതെങ്ങനെ കുടിക്കും? ഇതിനെ കുടിക്കാൻ പറ്റും. കർമ്മത്തിലൂടെ, നമ്മളുടെ
ചെവികളിലൂടെ നമുക്ക് കുടിക്കാം. അത് ഭയങ്കര സത്യമായ ഒരു കാര്യം. നമ്മള് യഥാർത്ഥ ഭാഗവതം ഇല്ലെങ്കിൽ ഭക്തന്മാരെ കേൾക്കുമ്പോൾ നമുക്ക് ആക്ച്വലി എടുക്കാൻ പോലും തോന്നില്ല. ഇത് തീർന്നോ എന്ന് ചില ക്ലാസ്സുകളൊക്കെ നമ്മളെല്ലാവരും തന്നെ തീർന്നു പോയോ എന്ന് വിചാരിക്കും. കാരണം അത്രത്തോളം ഹൃദയത്തിനകത്ത് ഈ പറഞ്ഞ അമൃതം ഇതുവഴി പോകുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളെ ലൈഫിനെ സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു പാത്തിലേക്ക്. അർജുനൻ അതിന് കേപ്പബിൾ ആയിട്ട് അദ്ദേഹം അർജുനൻ എന്തുകൊണ്ടായി പറഞ്ഞ ഭഗവത്ഗീത കേൾക്കാൻ തയ്യാറായതല്ലേ ഭഗവാൻ സെലക്ട് ചെയ്തത്? ഭഗവാൻ അർജുനനെ സെലക്ട് ചെയ്തെന്നുണ്ട്. യുധിഷ്ഠിര മഹാരാജ ഉണ്ടായിരുന്നു, ഗടാഗടിയനായ ഭീമൻ ഉണ്ടായിരുന്നു. ഇവരെ ആരും അർജുനനെ ചൂസ് ചെയ്തില്ല. ഭഗവാൻ ഗീത കേൾക്കാൻ ചൂസ് ചെയ്ത് എന്തുകൊണ്ട്? ഭഗവാനോട് മാത്രമല്ല, അദ്ദേഹത്തിന് അസൂയയില്ല, അനസൂയവേ എന്ന് ഭഗവാൻ പറയുന്നു. നമ്മളെല്ലാം അത് മാത്രമേ വെളിയിലില്ല എന്ന് പറയുമെങ്കിലും ഉള്ളിനകത്തെല്ലാം ഉണ്ടോ ഇല്ലയോ? സമ്മതിച്ചില്ലേ ഇന്ന് പ്രൂവ് ചെയ്യും. ഇന്ന് നിങ്ങൾ ആരും അത് സമ്മതിച്ചില്ലെങ്കിൽ ഇന്നത്തെ പ്രസാദ വിളമ്പൽ നമ്മൾ അത് തെളിയിച്ച് കാണിച്ചു തരും. ഒന്ന് വിളമ്പും ഒന്ന് വിളമ്പൂല, മാറി തിരിഞ്ഞായിരിക്കും പ്രസാദിച്ചത്. എത്ര പേര് ശാന്തമായിട്ട് പോയി അതേ സ്ഥലത്ത് പോയിട്ട് കഴിക്കുന്നത് നമുക്കിന്ന് നോക്കാം. ഉണ്ടെന്ന് പറഞ്ഞാൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഇല്ലെങ്കിൽ പ്രസാദം നമ്മള് തലങ്ങും ബലമായിരിക്കും പ്രസാദം. ചിലർക്ക് റൈസ് കാണില്ല, ചിലർക്ക് സാമ്പാറില്ല, ചിലർക്ക് തോരനായിരിക്കും. കാരണം അസൂയയില്ലല്ലോ നമ്മൾ. അസൂയുണ്ട് എല്ലാവരും. എങ്കിലും പ്രശ്നമാണ്. അസൂയ മാറ്റാനായിട്ട് ഒരു മരുന്നായിട്ട് ഇത് കളിക്കുന്നത്. സോ ഇതെല്ലാം നമ്മളുടെ ഉള്ളിലുള്ള എന്താ പറയാ കാമക്രോധ മോഹ മത മാത്സര്യങ്ങളാകുന്ന ഓരോ ഇച്ഛസ് ചോദിച്ചത് ഇതിന് നമ്മൾ അറിഞ്ഞ് മരുന്നുണ്ട്. ഏറ്റവും നല്ല മരുന്ന് ഏതാ? ബർണാൾ, സൈഗോൾ, നാമജപം അല്ലേ? പക്ഷെ പറയുന്നേ ഉള്ളൂ, ആ മരുന്ന് എടുക്കുന്നില്ലല്ലോ അവര്. മരുന്നിന് ഫലമില്ലാത്തതുകൊണ്ടാണോ അല്ലേ? നമ്മളെ ബോഡിയിൽ മരുന്ന് വർക്ക് ചെയ്യാത്ത എന്തുകൊണ്ടായിരിക്കും? പ്രവീണോട് ചോദിച്ചാൽ ചില മരുന്നുകൾ ചില ബോഡിയിൽ വർക്ക് ചെയ്യില്ല. ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലല്ലോ. അതുപോലെ നമ്മളുടെ കാർമിക് റിയാക്ഷൻസ് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ അതിനെ തോപ്പിക്കും നമ്മളാണ്. എത്ര വലിയ എന്താ പറയാ, അതിലൊരു പാസ്റ്റ് ടൈം ഒരു സ്റ്റോറി പറയും. നമ്മൾ ഇരുട്ടുണ്ടല്ലോ, ഇരുട്ട് ഇത് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. എത്ര കൊല്ലമായിട്ട് ഇരുട്ടിരുന്നാലും ഒരൊറ്റ ലൈറ്റ് മതി. ഇരുട്ട് പറയാണ് ഞാൻ ഒരു 50 കൊല്ലമായിട്ട് ഇരുട്ടതാണ്, നിങ്ങൾ ഒറ്റ ലൈറ്റ് ഇട്ടാൽ ഞാൻ പോകില്ല എന്ന് പറയുമോ? എത്ര കൊല്ലത്തെ ഇരുട്ട്, എത്ര കഠിനമായ ഇരുട്ടായാലും ശരി, ഒരു ടോർച്ച് വന്നാൽ ആ ലൈറ്റ് വന്നാൽ വെട്ടം വന്നാൽ ഇരുട്ട് പോയേ പറ്റും. അതുപോലെയാണ് ഹരിതം. നമ്മൾ എത്രത്തോളം പാപികളും എത്രത്തോളം കളങ്കപ്പെട്ടവരായാലും ഒക്കെ പ്രശ്നങ്ങളായാലും ശരി, അടിനാമത്തെ നമ്മളുടെ ഹൃദയത്തിനുള്ളിൽ നമ്മൾ അതിന് സിൻസിയറായിട്ട് അത് വേണം എന്ന് അച്ചീവ് ചെയ്യുന്നത്. അതാണ് ഈ പർക്കോഡിലിഷനിലെ പ്രഭുപാദ് പറയുന്നത്. നമുക്ക് കൃഷ്ണനെ കുറിച്ചുള്ള വിവരണം എന്തും അത്യോഅമം തന്നെ പ്രായോഗിക പരിശീലനം കൊണ്ട് സാധിക്കാവുന്നു. ദ പോയിന്റ് ഈസ് വെരി ക്ലിയർ. പ്രായോഗിക പരിശീലനം, അതിനെന്താ പറയുക, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഈ അമൃതാസ്വാദനം ആധുനിക കഥകൾ, ഈ അമൃതാസ്വാദനം പ്രായോഗികമായിട്ട് പറ്റും നമുക്ക്. എങ്ങനെ? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. നമ്മൾ അതിന് കഠിനമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് പ്രഭുപാദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്. എത്ര കൊല്ലമായിട്ട് ഭഗവത്ഗീത പഠിക്കും? നമ്മള് കുറച്ച് വർഷങ്ങളായി. ആക്ച്വലി കലിയുഗം സ്റ്റാർട്ട് ചെയ്ത് ഈ 5000 വർഷം മുതൽ ഈ ഭഗവത്ഗീത പ്രചാരത്തിലുണ്ട് അല്ലെ? ഒരുപാട് വേദാന്തികളും നോവലിസ്റ്റുകളും ആൾക്കാരും ഒക്കെ ഇതിനെ വ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നു. ഭക്തന്മാർ അതിനെ വേണ്ട വിധം പ്രകീർത്തിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം എന്നിട്ടും ഭഗവത്ഗീതയ്ക്ക് ഒരു ചേഞ്ചുമില്ല. 700 ശ്ലോകാസ് ഈ വെർഷൻ മാറ്റാൻ നോക്കുന്നില്ല. നമ്മളുടെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാം വെർഷൻ വൈസ് മാറിക്കൊണ്ടിരിക്കും. നമ്മളുടെ ജീവിത രീതി, ഭക്ഷണ രീതി, വേഷവിധാന രീതികള്, സംസാര രീതി എല്ലാം മാറുന്നുണ്ടോ ഇല്ലയോ? നമുക്കത് പ്രായോഗികമായിട്ട് നമ്മളിലൂടെ നമ്മൾ വളർന്ന ജീവിതം, നമ്മളിപ്പോ മക്കൾ വളർന്ന ജീവിതം, ഇനി ഭാവിയിൽ അവരെങ്ങനെയായിരിക്കും, ഇതൊക്കെ നമുക്ക് വെർഷൻ വൈസ് നോക്കിക്കൊണ്ടിരിക്കും. അപ്ഡേറ്റഡ് ആണ്, ഡേ ബൈ ഡേ അപ്ഡേറ്റഡ് ആണ്. പക്ഷെ ഈ ഭഗവത്ഗീത സ്റ്റിൽ നോ അപ്ഡേഷൻ. കാരണം അതെന്താ? അത് എവർ ഫ്രഷ് ആണ്.
അത് എവർ ഫ്രഷ് ആണ്. എപ്പോ എടുത്താലും ഇതേ ശ്ലോകം നാളെ ഇദ്ദേഹം എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്ന പോയിന്റ്സ് കാര്യം സെയിം മെസ്സേജ് ആണ്. പക്ഷെ അതിന് വരുന്ന വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം എടുക്കുമ്പോൾ വരും ഓരോരുത്തർ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിന് വ്യത്യാസം വരും. കാരണം എന്താ, ആ പ്രഭുപാൽ എപ്പോഴും പറയും കൃഷ്ണ കോൺസെപ്റ്റിലേക്ക് സ്വീറ്റ് ലഡുവിന്റെ ടേസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ഭാഗത്ത് കഴിച്ചാലും സെയിം ടേസ്റ്റ് ആണ് അല്ലെ. ഈ വക്കത്ത് കഴിച്ചാലും ഒക്കെ, നടുവിൽ നിന്ന് എടുത്താലും ഇപ്പുറത്ത് നിന്ന് എടുത്താലും എവിടെ കഴിച്ചാലും ടേസ്റ്റ്. അപ്പൊ അതുപോലെയാണ് കൃഷ്ണബോധം. കൃഷ്ണബോധം നമ്മൾ ഏത് ആംഗിളിൽ അതിനെ സ്വീകരിക്കാൻ തുടങ്ങിയാൽ അതിന് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ആ ടേസ്റ്റ് നമ്മൾ കഴിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മളെ. അപ്പൊ നമ്മളുടെ ജീവിതത്തിന് ഈ പറഞ്ഞ അമൃതമാകുന്ന ഈ കൃഷ്ണ കഥയ്ക്കും കൃഷ്ണനാമത്തിനും വേണ്ടി നമ്മളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രഥമമായ കർത്തവ്യം. കാരണം ഇന്ന് കലാചാരങ്ങളും ദേശാചാരങ്ങളും ഒക്കെ നമ്മൾ നാട് വിട്ടും ഒക്കെ എൻറ്റയർ നോക്കിയാൽ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതൊക്കെ ആണ് ഈ ലോകത്ത് മുഴുവൻ നടന്നത്. ഇപ്പൊ ഇന്നലെ രാത്രി യുദ്ധം നടക്കുന്നത് അല്ലെ. നമ്മളിന്ന് എല്ലാവരും ഗൾഫിൽ പോയാൽ എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവർക്കും പണക്കാരാവാം എന്നൊക്കെ പറയുന്നത്. ഇന്ന് അവർക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് ഒരു 2 ദിവസം കഴിയുമ്പോൾ എത്ര പേരുടെ ഇപ്പൊ ഓൾറെഡി ഒരു സ്കൂളിൽ അവര് ഡിസൈൻ ഇട്ടിട്ട് 85 പേരാണ് കുട്ടികൾ. ദേ ആർ ഇന്നസെന്റ് പ്രയർ. അവർക്ക് ഒന്നും വേറെ ഇല്ല. അവര് ഈ പറഞ്ഞ പഠിക്കാൻ വന്നവരാണ്. എന്താ അവിടെയാണ് അവർ ചെയ്തത്. അതുപോലെ നമ്മളെ ലൈഫ് ടൈമിനകത്ത് ഏത് ടൈമിൽ എന്ത് നടക്കും എന്നുള്ളത് നമ്മളെന്തോ വളരെ കാഷ്വൽ ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയും ഉണ്ട് കുറച്ച് വർഷം കൂടെ, അതായത് കഴിഞ്ഞ് പോവാം, പഠിക്കാം, ഇനി എത്രയോ ക്ലാസ് ഉണ്ടല്ലോ, വരട്ടെ, ഈ വർഷം കൂടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ ലാഭത്തോടെ ഇരിക്കുകയാണ്. ഇല്ല, പ്ലീസ് വേക്കം. എന്താ പറയാ, ജീവ് ജാക്കോ ഗൗര ചന്ദ്ര പോലെ എന്ന് പറയും നമ്മളെ മഹാപ്രഭുവിന്റെ സോങ്ങിൽ. ജീവ് ജാക്കോ, ജീവനെ ഉണർത്തൂ, മഹാപ്രഭുവിന്റെ പാദങ്ങളിലേക്ക് ഉണർത്തിക്കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഗൗരാചന്ദ്ര പോലെ അദ്ദേഹത്തിനെ സ്തുതിക്കൂ. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ലൈഫ് ടൈമിനെ നമ്മൾ യാതൊരു കാരണവശാലും കഴിയുന്ന അത്രയും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നു. പ്രഭുവിനെ കുറച്ചുകൂടി പറയാൻ പറ്റും. ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പ്രഭു നന്നായിട്ട് അതിന്റെ വിശദമായ സ്റ്റഡി പഠിച്ചാണ്. കാരണം നമ്മളുടെ കയ്യിലല്ലാന്ന് അത് നന്നായിട്ട് മനസ്സിലാക്കാം അല്ലേ പ്രഭു. അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നതും ബ്ലഡ് പമ്പ് ചെയ്യുന്നതും ബ്രെയിൻ വർക്ക് ചെയ്യുന്നതും ഇതൊക്കെ ഒരാൾ ഇടിക്കാൻ വരുന്നു, കണ്ണ് എന്ന് പറയാ ഇത് ചെയ്യുന്നു, ഒരു പൊടി വരുമ്പോൾ പെട്ടെന്ന് ഇത് വരുന്നു, ഒരാൾ നമ്മൾ അറ്റാക്ക് വരുമ്പോൾ കൈ ഓട്ടോമാറ്റിക്കായി ഡിഫെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു പറഞ്ഞിട്ടാണോ? എല്ലാം പക്ക സിസ്റ്റമാറ്റിക് ആണ്. ഭഗവാന്റെ സൃഷ്ടിയുടെ ഏറ്റവും എന്താ പറയാ ആശ്ചര്യപ്പെടുന്ന ഒരു ക്രിയേഷനാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. അത് മാത്രമല്ല ഒരുപാടുണ്ട് വേറെ നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് എല്ലാം നമ്മളൊന്ന് അനാവശ്യമായിട്ട് ഒന്ന് കഴിച്ചാൽ അപ്പം തന്നെ ബോഡി റിയാക്ട് ചെയ്യും. ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിന് പറ്റിയതല്ല. റിജക്ട്, വോമിറ്റ് ചെയ്യുക, അതിനെ ഡിസ്പോസ് ചെയ്യുക. ഓരോ തിങ്സും നമ്മളുടെ കാതിന് എന്തൊക്കെ എല്ലാ ആക്സും പെർഫെക്റ്റ്ലി ഫിറ്റ്. പക്ഷെ ആ പെർഫെക്റ്റ്ലി ഫിറ്റായ ബോഡീനെ നമ്മള് ഏറ്റവും ലോവസ്റ്റ് കാര്യങ്ങൾക്കും ഏറ്റവും യൂസ്ലെസ് ആയ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു. അതിന്റെ വാല്യൂവിനെ തിരിച്ചറിയുന്നു. ഈ ബോഡി നമ്മുടെ കൂടെ നിൽക്കാനും പോകുന്നില്ല. ഭഗവാന്റെ ഈ പറഞ്ഞ മെറ്റീരിയൽ ക്രിയേഷനെ നിൽക്കത്തില്ല. പിന്നെ മെറ്റീരിയൽ ബോഡി ഇതും എന്താ പറയാ ചേഞ്ചിങ് ബോഡിയാണ് ഇല്ലേ. പണ്ടുണ്ടായിരുന്നവരെല്ലാം നമ്മളിപ്പം മാറി പ്രഭുവിന് ഗ്രേ വൈറ്റ് ആയി എനിക്കും അതിന്റെ പാതയിലോട്ട് പോകുന്നു. ഇതെല്ലാം ഡേ ബൈ ഡേ ചേഞ്ചസ് ആണ്. പക്ഷെ ഇന്ന് ചേഞ്ച് ആവാത്തത് ഒന്നേ ഉള്ളൂ, ഭക്തിയുക്ത സേവനത്തിൽ മാത്രമാണ് ഒരു മാറ്റം ഉണ്ടാക്കുന്നത്. അന്ന് ചെയ്തുകൊണ്ടിരുന്ന അതേ സേവനമാണ് എന്താ പറയാ മഹാപ്രഭുവിന്റെ അനുയായികളൊക്കെ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായിരുന്നു? നാമം ജപിക്കുക, ഭാഗവതം പഠിക്കുക, പ്രസാദം കഴിക്കുക, കൃഷ്ണനെ സ്തുതിക്കുക, എല്ലാവർക്കും പ്രചാരം ചെയ്യാൻ കൊടുക്കുക. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. കാരണം ഭക്തിയുക്ത സേവനം എന്നുമേ എറ്റേണലാണ്. അതിനൊരു ഡിഫക്റ്റില്ല, ഒരു തെറ്റുമില്ല. മനുഷ്യ നിർമ്മിതമാകുന്നതെല്ലാം അപൂർണതകളാണ്. ഭഗവാനെ നിർമ്മിക്കപ്പെട്ട ഒന്നുപോലും വേസ്റ്റ് അല്ല. കാരണം ഭഗവാന്റെ സൃഷ്ടിയിലെ കുറച്ച് മാത്രമേ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ആമസോൺ ഗാർഡന്റെ എത്രയോ പെർസെന്റേജ് ഇപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് എൻറ്റയർ ഒരു മോർ ദാൻ ഒരു 70-60%. അതിന്റെ വിസ്മയങ്ങൾ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. നമ്മളറിയാത്ത എത്രയെല്ലാം ക്രിയേഷൻസും ക്രിയേച്ചേഴ്സും ഒക്കെ ഉണ്ടെന്നറിയാം.
കാരണം ഭഗവാൻ എല്ലാമേ പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ആരാണ്? പെർഫെക്റ്റ്ലി. ഭഗവാനെ പറയുന്നത് ഈശോപനിഷത്തിൽ പറയും അല്ലെ, ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമേവായ പൂർണ്ണം ഏവാവശിഷ്യത്തെ. ഭഗവാൻ ഈസ് കംപ്ലീറ്റ്ലി പൂർണ്ണം, പെർഫെക്റ്റ്ലി ഫിറ്റ്. അപ്പോ അതേ തന്നെ മെസ്സേജ് പെർഫെക്റ്റ്ലി ഫിറ്റ് ആണ് നമ്മളെ ലൈഫിൽ. നമുക്ക് ഒരു സംശയം വേണ്ട, കണ്ണു അടച്ച് നടക്കണം. എല്ലാരും പറയും ഭക്തിയിൽ കണ്ണു അടച്ച് പോകരുത്, പക്ഷെ ഭഗവത്ഗീതയിലെ കണ്ണു അടച്ച് നടക്കണം. കാരണം അത്രമാത്രം പെർഫെക്റ്റ്ലി ഫിറ്റാണ് നമ്മളെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ഭഗവാൻ ഒരിടത്ത് പോലും നമ്മളെ ചതിക്കില്ല. ഹരേ കൃഷ്ണ, ശ്രീ ഗോവിന്ദായ. നമ്മൾ ഭഗവാനെ പറ്റിക്കും ചതിക്കും എല്ലാം ചെയ്യും. നമ്മൾ അത്രമാത്രം ക്രൂക്കഡാണ്. ആണോ അല്ലയോ? നമ്മൾ ഭഗവാനെ പറ്റിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ലേ? എങ്ങനെ പറ്റിക്കും? എങ്ങനെ പറ്റിക്കും? ഒരു എക്സാമ്പിളോടുകൂടി ഞാൻ ക്ലോസ് ചെയ്യും. കൃഷ്ണ, മംഗളാരതി കഴിക്കാം, നാളെ രാവിലെ കഴിക്കാം. അടുത്ത ദിവസം വീണ്ടും ഒരു പ്രയർ നൽകും, ഇന്ന് പറ്റിയില്ല, ഇന്ന് എന്തായാലും ഇന്ന് രാത്രി മഴ, വീണ്ടും പോയി. ഇല്ല, ഈ സൺഡേ എന്തായാലും ഞാൻ പോകും. നോക്കുമ്പോ വീട്ടിലാരെയും ഗസ്റ്റ് വരും. ഇങ്ങനെ ഓരോ കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ, പ്ലഗ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. ഇത് കിട്ടും, ഇത് കിട്ടും, അത് കിട്ടും. കൃഷ്ണ ഒരു തരും, തദാസ്തമാണ്. കൃഷ്ണൻ ഈ രണ്ട് കൃഷ്ണൻ തരും. ഭക്തി വേണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും തരും, നമുക്ക് എക്സ്ക്യൂസ് വേണമെങ്കിൽ അതിനും തരും. ഏത് പിക്ക് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിലെല്ലാം നമ്മളെ കയ്യിലാണ്. സോ ദ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ അമൃതമാകുന്ന ഭഗവാന്റെ കർണങ്ങളാൽ നമ്മളുടെ കർണങ്ങളിലേക്ക് ഭഗവാന്റെ ഈ ഹോളി നെയിംസും ലീലകളെയും എത്രത്തോളം പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ ചർച്ച ചെയ്യുക. അതിനാണ് മച്ചിത്ത മർഗത പ്രാണ ബോധയന്തക പരസ്പര കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തീച്ചാനന്ദിച്ച ഭഗവത്ഗീത 10:9. അപ്പം നമ്മളെപ്പോഴും ഭഗവാൻ, അതും ആ ഒരു ശ്ലോകം വായിച്ചിട്ട് വരും. 10:9. എന്റെ ശുദ്ധ ഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു, അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെ കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാകുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കും. നമ്മളുടെ യഥാർത്ഥ ആനന്ദം ലയിക്കുക, ഇവിടെയാണ് യഥാർത്ഥ ആനന്ദിക്കുക. എങ്ങനെയാണ്? രണ്ടുപേരും തമ്മിലുള്ള ഭഗവാനെ കുറിച്ചുള്ള, നമ്മൾ ആരെ കണ്ടാലും, നമ്മൾ എത്ര പേര് ഡിവോട്ടീസ് ഭക്തിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കാണുമ്പോൾ? ചുരുക്കമാണ്, സത്യമാണ് ചുരുക്കമാണ്. ആര് നമ്മൾ ഫോൺ വിളിച്ചാലും ശരി, നേരിട്ട് കണ്ടാലും ശരി, കുറച്ച് അപരാധങ്ങളും കുറച്ച് ഗോസിപ്പും കുറച്ച് റൂമേഴ്സും ഒക്കെ പാസ് ചെയ്യാതെ ആ കോൺവെർസേഷൻ കട്ടാവും. അത് നിർത്തിയാൽ തന്നെ പകുതി നമ്മൾ ജയിച്ചു. ആരെങ്കിലും അത് പറയാൻ പറയണം, ധൈര്യമായിട്ട് പറയണം, അതെനിക്ക് കേൾക്കേണ്ട മാതാജി, അത് കേൾക്കേണ്ട പ്രഭു എന്ന് പറയാൻ പറ്റും. അതാണ് ധീരൻ. ഭക്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണത്. അത് കേട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചു നേരം മനസ്സിനൊരു സുഖം, അത്രയേ ഉള്ളൂ. അത് കാരണം നമ്മളാണ് താഴോട്ട് പോകുന്നത്. പറഞ്ഞാൽ ചിലപ്പോൾ അത് വിട്ടിട്ട് പോകുമായിരിക്കും. നമ്മൾ അതിനെങ്ങനെ എടുത്ത് റീകളക്ട് ചെയ്ത് അടുത്ത പ്രാവശ്യം ആ പ്രഭുവിനെ കാണുമ്പോൾ, മാതാജിയെ കാണുമ്പോൾ എല്ലാം കോർത്തിണക്കി അടുത്ത പുതിയ മെസ്സേജ് റെഡിയാക്കി, പുതിയ സിനിമ തയ്യാറാക്കി, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ എല്ലാം നമ്മൾ തന്നെ റെഡിയാക്കി സപ്ലൈ ചെയ്തു. സോ ആ ഒരു ഗോസിപ്പ് പാർട്ട്, അതൊരു മരം എപ്പോഴും പറയും. നമ്മളെ ഇൻഡിവിജ്വലി നമ്മളുടെ കോൺവെർസേഷനിൽ ആഡ് കൃഷ്ണ, മാതാജി എത്ര ജപിച്ചു, ഞാൻ ഇന്ന് ഇത് വായിച്ചു, ഞാൻ ഇന്ന് ഇവിടെ പോയി, ഇത് ചെയ്തു, അത് ചെയ്തു 4 പ്രാവശ്യം പറയും. റിയൽ ഡിവോട്ടീസ് ആണെങ്കിൽ അവർ നിൽക്കും, അല്ലാത്തത് പക്ഷെ അവരെ വിളിച്ചായിരുന്നു ഇതൊക്കെ തരും. വേണ്ട, നമുക്ക് മതി, കുറച്ച് മതി. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഭക്തിയെ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തും. അതിന്റെ ഭാഗമാണ് നമ്മളുടെ നിത്യമായ പ്രാക്ടീസ് ചെയ്യുന്ന ചാൻറ്റിങ്, മംഗളാരതി, ഈ പറയുന്ന ഭാഗവതം റീഡിങ്, ഹിയറിംഗ്, സർവീസ്, സൺഡേ പ്രോഗ്രാം, കീർത്തനം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബുദ്ധിസ്റ്റ് പുരുഷൻ. അതിന്റെ എല്ലാം വളരെ ഉത്തമരായ ഡിവോട്ടീസ് ഇവിടെ ഉണ്ട്. നമ്മളെ ഗ്രേസ്, ഹരേ കൃഷ്ണ പ്രഭു, സേവ പ്രഭു, കുറെ മാതാജീസ് ഒക്കെ ഉണ്ട്. പ്രഭുപാദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സർവീസ് ഒന്നാണ് ബുദ്ധിസ്റ്റ് പുരുഷൻ. അതും നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. നമുക്കിപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഡേ ആഫ്റ്റർ ടുമോറോ ആണ്.
അപ്പൊ എല്ലാവരും അതിനുള്ള സജ്ജമായിട്ടുള്ള പരിപാടികളുണ്ട്. ആരെല്ലാം പറ്റുമോ അവരെല്ലാവരും ഈ പറഞ്ഞ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിലും ഈ പറഞ്ഞ ഹോളി നെയിം ഡിസ്ട്രിബ്യൂഷനിലും പങ്കെടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. സോ ഈ കൺക്ലൂഷൻ ഇങ്ങനെയാണ്. നമ്മളുടെ ഈ പറഞ്ഞ അർജുനൻ പറഞ്ഞ പോലെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളെ കൂടുതൽ കേൾക്കാൻ ഉത്സാഹയായിരിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക, അതിനെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റ് ചെയ്യുക. പ്രഭുപാദ് പറഞ്ഞ പോലെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ്, അത്യാവശ്യം തന്നെ അത് പരിശീലനം, പ്രായോഗിക പരിശീലനം, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഭയങ്കര ഡ്യൂട്ടിയാണ്. അതാണ് പ്രഭുപാദിന്റെ ഒരു ബ്യൂട്ടി തന്നെ. ഒന്നും എക്സാജറേറ്റ് പറയില്ല, പറ്റാത്ത ഒരു കാര്യം പ്രഭുപാദ് ഇതുവരെ പറയുന്നു. അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പ്രാക്ടിക്കലി ഭക്തന്മാർ ചെയ്യുന്നു. അതിന്റെ ഒരു പാസ്റ്റ് ടൈം മാത്രം പറഞ്ഞ് ഒരു ഡിസ്കഷനിടയിൽ ചൈതന്യ ചരിതാമൃതം ട്രാൻസ്ലേഷൻ നടക്കുന്നു, ഭാഗവതം നടന്നുകൊണ്ടിരിക്കുന്നു, ഏതാണ്ട് ഒരു 7th canto വരെയായി. അപ്പൊ മഹാപ്രഭു പ്രഭുപാദ് ഇങ്ങനെ ആലോചിക്കായിരുന്നു ചൈതന്യ ചരിതാമൃതം കൊടുക്കുന്നു. അപ്പൊ ആ പറഞ്ഞ ഭാഗവതത്തിന്റെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ട് ഈ പറഞ്ഞ ചൈതന്യ ചരിതാമൃതത്തിന്റെ ട്രാൻസ്ലേഷനിലേക്ക് പോകും. എന്നിട്ട് ഡിവോഴ്സിനോട് പറയും ഇതിന് എത്ര സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കാം, അവർ കുറച്ച് ടൈം വേണം. പ്രഭുപാദ് തരുന്ന സമയം 2 മാസമാണ് നൽകി. 2 മാസം കൊണ്ട് ചൈതന്യ ചരിതാമൃതം കമ്പയർ ചെയ്ത് പ്രിന്റ് ആക്കി ബുക്ക് ഇറക്കണം. ഡിവോട്ടീസ് പറയും പ്രഭുപാദ് നോട്ട് പോസിബിൾ. പ്രഭുപാദ് നോട്ട് പോസിബിൾ ഈസ് ഇൻ ഫൂളിഷ് ഡയറി. അതെല്ലാം മണ്ടന്റെ കലണ്ടറിലുള്ള ഇതാണ് അസാധ്യമായ കാര്യം. അങ്ങനെ ഗുരു പറയുകയും ശിഷ്യന്മാർ ആദ്യം അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. 2ാമത്തെ ഭാഗം അവര് അതിനെ സ്വീകരിച്ചു. അൺബിലീവബിളായ കാര്യമാണ്. 2 മാസം കൊണ്ടാണ് ചൈതന്യ ചരിതാമൃതം പബ്ലിഷ് ആയത്. ചില ആലോചിച്ച് നോക്കും. അപ്പൊ ഇമ്പോസിബിൾ ആയ ഒരു കാര്യമില്ല. കാരണം ഇത് വായിച്ച് പ്രൂഫ് റീഡ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുത്ത് പഴയ ഫെസിലിറ്റി ഇല്ല. വാട്സാപ്പിൽ ഫോട്ടോ അയച്ചാൽ പോരാ, ഒരു ഫയൽ എടുത്ത് അയക്കും പോലെ അല്ല. ഇതെല്ലാം പെട്ടിയും പേപ്പറുമാണ്. ഇതെല്ലാം കൊണ്ട് കൊടുത്ത് പ്രിന്റിങ്ങിൽ എടുത്ത് എവിടെയെങ്കിലും ഒരു എറർ വരികയോ ഒക്കെ വന്നാൽ വീണ്ടും പോകും. അപ്പൊ ഇമ്പോസിബിൾ ആയ കാര്യങ്ങളെല്ലാം പോസിബിൾ ആണ് ഭക്തി. ആ ഒരു ഫെയ്ത്ത് നമ്മൾ കൃഷ്ണനും ഗുരുവിലും വന്നിരുന്നതാണ്. ശ്രീല പ്രഭുപാദ് കി ശ്രീമദ് ഭഗവത്ഗീത കി. എന്തെങ്കിലും ചോദ്യം വേണ്ട, എന്തെങ്കിലും കൂടുതൽ പോയിന്റ്സ് വല്ല ഷെയർ ചെയ്യണമെങ്കിൽ പറയാം. പറയാം. ഹരേ കൃഷ്ണ. പ്രഭു ഒരു പോയിന്റ് ആഡ് ചെയ്തു. ജയാനന്ദ പ്രഭുവാണ് നമ്മളുടെ ആദ്യത്തെ ഇസ്കോണിന്റെ രഥയാത്രയുടെ സൂത്രധാരൻ. അതായത് പ്രഭുപാദർ പറയുകയും രഥയാത്ര വേണമെന്ന് പറയുകയും അത് അദ്ദേഹം ഒരു എഞ്ചിനീയർ സ്റ്റുഡന്റ് ആയിരുന്നു. അദ്ദേഹമാണ് ആദ്യത്തെ രഥം. പഴയ രഥം കണ്ടാൽ അറിയാം, നമ്മൾ തന്നെ ജൈജാന്റികായിരിക്കും, ഭയങ്കര ബ്യൂട്ടിയാണ്. 3 രഥമാണ് പണ്ട് രഥയാത്രയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്, സുഭദ്ര ഇല്ലെങ്കിൽ പുരി പോലെ. ഇപ്പോ ആണ് നമ്മളിപ്പോ ഇവിടെയൊക്കെ ഒന്നിലോട്ട് വന്നത്. നമുക്ക് പല സൗകര്യങ്ങളും പല പരിമിതികളും കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിലോട്ട് വന്നു. പക്ഷെ അദ്ദേഹമാണ് ആദ്യത്തെ രഥയാത്രയുടെ ഫൗണ്ടർ എന്ന് പറയാം. ഫൗണ്ടർ പ്രഭുപാദാണ്. അദ്ദേഹത്തിന്റെ ഒരു ഒബീഡിയന്റ് സൂത്രധാരൻ. പിന്നെ അദ്ദേഹത്തിന്റെ പാസ്റ്റ് ടൈം ഒരു ബിഗ് സ്റ്റോറിയാണ്, പറഞ്ഞാലും തീരില്ല. അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അതൊക്കെ ഒരു നമ്മളെ പറഞ്ഞില്ല, കരഞ്ഞു പോകും. കേൾക്കാനുള്ള അത്ര പോലും പറ്റാത്ത അത്രയും പേഴ്സണാലിറ്റിയാണ്. അത്രമാത്രം പ്യുവർ സോൾസും സർവീസ് ഓറിയന്റഡ് ആയിരുന്നു. അദ്ദേഹത്തിന് ആക്ച്വലി അന്ന് $1 കിട്ടുമായിരുന്നു ഈ സ്റ്റൈഫൻഡ് പോലെ, ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സപ്പോർട്ട്. അദ്ദേഹം ആ കിട്ടിയ പൈസകളെല്ലാം വെച്ചിട്ട് സുപ്രഭാതത്തിൽ ആരും അറിയാതെ പ്രഭുപാദിന്റെ ഒരു വലിയ ടെമ്പിൾ വാങ്ങിക്കാൻ എന്തിനോ വേണ്ടിയിട്ട് പൈസ കൊടുക്കും. അത് പ്രഭുപാദ് ആക്ച്വലി അറിയില്ല, പ്രഭുപാദ് അവിടെ ഇല്ലായിരുന്നു. പിന്നെയാണ് ഈ സംഭവം പ്രഭുപാദർ അറിയുകയും ജയാനന്ദയെ പിടിച്ചിട്ട് നന്നായിട്ട് അദ്ദേഹം പറയും, എന്തിനാണ് നീ ഇങ്ങനെ ഭയങ്കര ഒരു ലവിങ് എന്താ പറയുക സ്പിരിച്വൽ ഫാദർ ആൻഡ് സണ്ണിന്റെ ഒരു ഡിസൈപ്പിളും ചാസ്റ്റേജും ഒക്കെ വേണം. നിങ്ങൾ നോക്കിയാൽ ഇന്നും ഇസ്കോണിന്റെ കലണ്ടറിനകത്ത് വരുന്ന 2 പേരാണ് അതെല്ലാം പ്രഭുപാദൻ വൈഷ്ണവാചാര്യ. ഒന്ന് ഗൗരഗോവിന്ദ സ്വാമി നാരായണന്റെ ഡിസപ്പിയറൻസും ജയാനന്ദ പ്രഭുവിന്റെ ഡിസപ്പിയറൻസും. ഇത് 2 നമ്മളുടെ വൈഷ്ണവ കലണ്ടറിനകത്ത് മെൻഷൻ ചെയ്യും. കാരണം അത്രത്തോളം അവര് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ആണെന്ന് അംഗീകരിച്ചതുകൊണ്ട് എന്നുവെച്ചാൽ ബാക്കി ആരും അല്ലെന്നല്ല, അവരെ ഒന്നുകൂടി ഹോണർ ചെയ്യുന്നത് നമ്മളുടെ കടമയാണ്. അതുകൊണ്ട്
സോ അത്രയും നല്ലൊരു പേഴ്സണാലിറ്റി ഗ്രേസ് ജയാനന്ദ പ്രഭു. നല്ല ഹൈറ്റാണ്, 6+ ആണ് അത്. അതിന്റെ ഫോട്ടോ കാണാം. നമ്മൾ രഥയാത്രയിലെല്ലാം അദ്ദേഹത്തിന്റെ പിക്ചർ വെക്കണമെന്ന് അതിനുശേഷം ഡിസ്കൗണ്ട് റൂളിൽ പറയുന്നുണ്ട്. കാരണം അനുസ്മരിക്കണ്ടേ. നമ്മളിവിടെ ഈ പറഞ്ഞ അണ്ണാന് വരെ രാമൻ കൈ കൊടുക്കുമ്പോൾ ഇത്രയും നല്ല രഥം മാനുഫാക്ചർ ചെയ്ത് അദ്ദേഹത്തെ നമ്മൾ എങ്ങനെ വിസ്മരിക്കാൻ പറ്റും? അപ്പൊ അതും ചെയ്യാവുന്നതാണ് അതിനകത്ത്. എല്ലാവരും തളർന്നു, കഥയെ കേട്ട് എല്ലാവരും തളർന്നില്ല. അപ്പൊ ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ അനൗൺസ്മെന്റ്സിനായിട്ട് നമുക്ക് പ്രഭു ഹരേ കൃഷ്ണ പ്രഭു ആരംഭിച്ചാൽ. ഹരേ കൃഷ്ണ. താങ്ക് യു. കേട്ടതിന് ഒരുപാട് നന്ദി.